നമസ്കാരം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് രാവിലെയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങൾ ഏറെക്കുറെ കണ്ടു കഴിഞ്ഞു. പക്ഷെ ആ വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത്. അത് എറണാകുളം തിരുവാങ്കുളത്ത് കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു. അമ്മ തന്നെയാണ് ആ കുഞ്ഞിനെ പുഴയിലെറിഞ്ഞത്. ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ളൊരു തെരച്ചിൽ നാട്ടുകാരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷെ അതെല്ലാം വിഫലമാക്കിക്കൊണ്ട് 2:30 കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടുകയായിരുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരിക്കൽ കൂടി പറയാം. ഇന്ന് പിണറായി വിജയൻ സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഇനി അവസാനത്തെ ഒരു വർഷം, 2ാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. ഒപ്പം പിണറായി വിജയൻ സർക്കാരിന്, ഈ 2ാം സർക്കാരിന് ഏറ്റവും വെല്ലുവിളിയായ സമരങ്ങളിലൊന്നായിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തിവരുന്ന സമരം. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഇന്ന് ആ സമരത്തിൻ്റെ 100ാം ദിവസം കൂടിയാണ്. ഒരു പരിഹാരവുമില്ലാതെ ഒരു കൂട്ടം സ്ത്രീകൾ 100 ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ സമരം തുടരുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് ഇനിയൊരു പരിഹാരം എപ്പോഴുണ്ടാകും, അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. അങ്ങനെ വാർത്തകൾ കൊണ്ട് വളരെ സജീവമായൊരു ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം തലക്കെട്ടുകൾ നോക്കാം. നാടിന്റെ നൊമ്പരമായി കല്യാണി. അമ്മ പുഴയിലെറിഞ്ഞ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. ചാലക്കുടി പുഴയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്തത് 8 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ. അമ്മ സന്ധ്യയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. മാനസികാസ്വാസ്ഥ്യമുണ്ടായിരുന്നെന്ന് ബന്ധുക്കളുടെ മൊഴി. ദേശീയപാത വീതി കൂട്ടാൻ മലപ്പുറം കൂരിയാട് കെട്ടിപ്പൊക്കിയ പാലം തകർന്നതെങ്ങനെയെന്ന പരിശോധന തുടരും. കളക്ടർ വിളിച്ച യോഗം ഉച്ചയ്ക്ക് അപകട കാരണവും തുടർ നടപടികളും നിർമ്മാണ കമ്പനി പ്രതിനിധികൾ വിശദീകരിക്കും. ദേശീയപാതയിൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. ഗതാഗത കുരുക്കിനും സാധ്യത. രണ്ടാം പിണറായി വിജയൻ സർക്കാർ 5ാം വർഷത്തിലേക്ക്. വിഴിഞ്ഞം തുറമുഖം വന്നതും ദേശീയപാത വികസനവും ഗ്രാമീണ റോഡ് നവീകരണവും നേട്ടമായി ഉയർത്തിക്കാട്ടി സർക്കാർ. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം അടുത്ത ലക്ഷ്യം. പുതിയ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ വെല്ലുവിളിയായി ധനസ്ഥിതി. സർക്കാർ പൂർണ്ണ പരാജയമെന്ന പ്രതിപക്ഷം. തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിപുലീകരണം ഉണ്ടാവുമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ന്യൂസ് 18നോട്. ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരും. മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കമുണ്ടാവില്ലെന്നും മുന്നണി കൺവീനർ. പാക് ഭീകരത ബോധ്യപ്പെടുത്താനുള്ള സർവകക്ഷി സംഘത്തിന്റെ ലോകരാജ്യ സന്ദർശനത്തിന് നാളെ തുടക്കം. സംഘാംഗങ്ങൾ വിദേശകാര്യ സെക്രട്ടറിയുമായി ഇന്ന് കാണും. ആദ്യം തിരിക്കുക സഞ്ജയ് ഝായും ശ്രീകാന്ത് ഷിൻഡെയും നയിക്കുന്ന സംഘങ്ങൾ. സമാന നീക്കവുമായി പാകിസ്ഥാനും. ഇന്ത്യ പാക് നയതന്ത്ര യുദ്ധത്തിൽ ശശി തരൂരും ബിലാവൽ ഭൂട്ടോയും നേർക്കുനേർ. സംസ്ഥാനത്ത് മഴ കനത്തു. പലയിടങ്ങളിലും ഇന്നലെ മുതൽ ശക്തമായ കാറ്റും മഴയും. ഇന്ന് കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ട മുതൽ മലപ്പുറം വരെ യെല്ലോ അലർട്ട്. നാടിന്റെ മുഴുവൻ നൊമ്പരമായി മാറുകയാണ് 3 വയസ്സുകാരിയായ കല്യാണി. എറണാകുളം തിരുവാങ്കുളത്ത് ഇന്നലെ കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ആലുവ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. കുഞ്ഞിനെ പുഴയിലെറിഞ്ഞതാണെന്ന് അമ്മ മൊഴി നൽകിയതോടെ അസാധാരണമായൊരു തെരച്ചിലാണ് ഇന്നലെ നടന്നത്. അമ്മയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ജീവനോടെ കണ്ടെത്താമെന്ന ഒരു പ്രതീക്ഷയോടെ നാട് മുഴുവൻ മണിക്കൂറുകൾ നീണ്ടൊരു തെരച്ചിൽ നടത്തുന്നത് കണ്ടാണ് ഇന്നലത്തെ ദിവസം അവസാനിച്ചത്. പക്ഷേ ഇന്ന് പുലരുമ്പോൾ വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്. അമ്മ തന്നെ പുഴയിലെറിഞ്ഞ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഇന്നലെ വൈകുന്നേരം 3:30 കൂടിയാണ് കല്യാണിയെ കാണാതായത്. എന്തായാലും അതിനുശേഷം നടത്തിയ 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ കല്യാണിയുടെ ജീവനറ്റ ശരീരം മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ എന്നാണ് പുഴയുടെ നടുവിൽ, അതായത് മൂഴിക്കുളം പാലത്തിനടുത്ത് തന്നെ താഴെ തന്നെയുള്ള പുഴയുടെ നടുവിലെ തൂണിനടുത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് ആലുവയിലെ സ്കൂബ ടീം അറിയിക്കുന്നത്. അതുപോലെ വെള്ളത്തിൽ തടികൾക്കിടയിൽ കുഞ്ഞിന്റെ മൃതദേഹം
കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. മൃതദേഹം അമ്മ എറിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് തെരച്ചിൽ നടത്തിയതും അവിടെ നിന്നും തന്നെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. കാരണം വലിയൊരു അടിയൊഴുക്കുണ്ടായിരുന്നില്ല. വെള്ളത്തിനടിയിലെ ഒരു 6 മീറ്റർ ആഴത്തിലായിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. 6 മീറ്ററോളം ഉയരത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ തടികൾ കൂടിക്കിടക്കുന്ന ഭാഗത്തു നിന്നാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത്. പറഞ്ഞ സ്ഥലത്ത് തന്നെ എത്തി മൃതദേഹം കണ്ടെത്താനായെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. എന്തായാലും 4.5 മണിക്കൂറോളമാണ് പുഴയിൽ തിരച്ചിൽ ടീം ഇന്നലെ കുഞ്ഞിന് വേണ്ടി തെരഞ്ഞത്. തുടർന്ന് കുഞ്ഞിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റും. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടിയാണ് അമ്മ പാളത്തിൽ നിന്ന് കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞതെന്നാണ് മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുഞ്ഞിനെ കാണാതായി എന്ന് പറയുന്ന സമയം അമ്മ കുഞ്ഞിനെ 3:30 അംഗൻവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു എന്നുള്ളതാണ്. എന്തായാലും 7:30 ആയപ്പോൾ അമ്മ വീട്ടിലെത്തിയിരുന്നു. അമ്മ ആത്മഹത്യ ചെയ്ത ശേഷം കുഞ്ഞിനെ കൊന്ന ശേഷം താനും ആത്മഹത്യ ചെയ്യാനായിരുന്നു തീരുമാനമെന്ന് അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നിട്ടും കുഞ്ഞിനെ കൊന്ന ശേഷം കുഞ്ഞിനെ പാളത്തിൽ നിന്ന് എടുത്ത് എറിഞ്ഞ ശേഷം പിന്നെ എന്തിനാണ് ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ ആ സമയത്ത് മനസ്സ് മാറിയിട്ടുണ്ടാകുമോ? അതല്ലെങ്കിൽ നിരന്തര ഗാർഹിക പീഡനത്തെ തുടർന്നാണ് താൻ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്? അതല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ കൂടി അതിൻ്റെ കഷ്ടതകൾ അനുഭവിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോയതെന്നാണ് അമ്മ പോലീസിന് നൽകുന്ന മൊഴി. ഇതൊക്കെ വാസ്തവമാണോ എന്നുള്ള കാര്യത്തിൽ പരിശോധന നടക്കണം. അമ്മയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അതുപോലെ അച്ഛനെ ചോദ്യം ചെയ്യാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ചെങ്ങമനാട് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ അങ്ങേയറ്റം നൊമ്പരമുണ്ടാക്കുന്ന ഒരു വിവരമായിപ്പോയി. കാരണം ഇന്നലെ കുഞ്ഞിനെ മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞ് അറ്റൻഡ് ചെയ്യുമ്പോൾ നാട് മുഴുവൻ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ഒരു തിരച്ചിലായിരുന്നു. എവിടെ നിന്നെങ്കിലും ഈ മാനസിക അസ്വാസ്ഥ്യമുള്ള അമ്മ എവിടെയെങ്കിലും വെച്ച് മറന്നതാണോ, അതല്ലെങ്കിൽ കുഞ്ഞിനെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ബസ് കയറി പോകുന്നതാണോ, അങ്ങനെയുള്ള ചിന്തകളായിരുന്നു ഇന്നലെ മുഴുവൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് അല്പം കഴിഞ്ഞപ്പോഴത്തേക്ക് കഥ മാറി. പിന്നീട് അമ്മയെ, അതായത് ആദ്യഘട്ടത്തിൽ അമ്മയുടെ മൊഴികളിലെ വൈരുദ്ധ്യം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. പോലീസിന് ഏത് തരത്തിലേക്ക് അത് പോകണമെന്നുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവാതെ, വ്യക്തതയുണ്ടാവാതെ അതിനെപ്പറ്റി കുറച്ചു നേരം കൊഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിപ്പോയി. അങ്ങനെ അമ്മ പറഞ്ഞ വഴിക്ക് ഒടുവിൽ പുഴയിൽ എറിഞ്ഞു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ മറ്റൊന്നും ആലോചിക്കാതെ നാട്ടുകാരും ബന്ധുക്കളും സമീപ പ്രദേശത്തുള്ള ആളുകളും അവിടെയുള്ള നീന്തൽ സംഘങ്ങളും സ്കൂബ ടീമും ഒക്കെ എത്തി തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. 4.5 മണിക്കൂറിനുള്ളിലുള്ള ഒടുവിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. അമ്മ എറിഞ്ഞു എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് കുഞ്ഞിനെ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും നാട്ടുകാർ മുഴുവൻ തെരച്ചിലിന് ആ സമയത്തുണ്ടായിരുന്നു. കടുത്ത മഴയായിരുന്നു, കനത്ത മഴയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആ മഴ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്, തെരച്ചിൽ ദുഷ്കരമാക്കിയിട്ടുണ്ട്. ഇതൊക്കെയും തരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ ടീം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത്തരത്തിൽ കുഞ്ഞിനെ കാണാതായതിനെ പറ്റിയുള്ള വാർത്തകൾ പ്രചരിക്കുന്നു. കണ്ടെത്തുന്നവർ അറിയിക്കേണ്ട വിവരങ്ങൾ അറിയിക്കേണ്ട നമ്പറുകൾ, അങ്ങനെയൊക്കെ വലിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും കുഞ്ഞിനെ കണ്ടെത്താനായില്ല. കണ്ടെത്തിയത് കല്യാണിയുടെ ചേതനയേറ്റ ശരീരമാണ്. ജീവനോടെ കണ്ടെത്താനായില്ല എന്നുള്ള നൊമ്പരമാണ്. കല്യാണി പറഞ്ഞതുപോലെ നമുക്ക് ആർക്കും പരിചിതയല്ലാത്ത ഒരു കുഞ്ഞായിരുന്നു. പക്ഷെ കഴിഞ്ഞ 4.5 മണിക്കൂറിനുള്ളിൽ നാട് മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. കഴിഞ്ഞ 8.5 മണിക്കൂർ ഒരു നാട് മുഴുവൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു. ആ 8.5 മണിക്കൂറിനൊടുവിലാണ് കുഞ്ഞ് ഇനിയില്ല, കുഞ്ഞിനെ നഷ്ടപ്പെട്ടതല്ല, അതായത് മിസ്സിംഗ് കേസല്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നത്. ഏത് സാഹചര്യത്തിലാണ് അമ്മ ഈ കുഞ്ഞിനെ കൊന്നത്, മുൻപും ഇത്തരം കൊലപാതക ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുന്നുണ്ട്. മുൻപ് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊടുക്കാനൊക്കെ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. ഈ ഒരു അങ്ങനത്തെ, അതായത് പിന്നീട് വീട്ടുകാർ അമ്മ കൊണ്ടുവരുന്ന ഐസ്ക്രീം കുഞ്ഞിന് കൊടുക്കാതെ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇത് കൂടിയുള്ളപ്പോൾ, അങ്ങനെ ഒരു സാഹചര്യം കൂടിയുള്ളപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും വലിയ ഒരു അപകടത്തിലേക്ക് എത്തിക്കാൻ, അതായത് വീട്ടുകാർ ഇത്തരം ശ്രമങ്ങൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നിട്ട് കൂടിയും എങ്ങനെയാണ് ഇത്രയും വലിയൊരു അപകടത്തിലേക്ക് കുഞ്ഞിനെ കൊണ്ടെത്തിച്ചത് എന്നുള്ള കാര്യവും ചോദ്യചിഹ്നമാകുന്നുണ്ട്. അമ്മ അംഗൻവാടിയിൽ നിന്ന് ഇടയ്ക്ക് അമ്മ തന്നെ കൂട്ടിക്കൊണ്ട് വരുന്നതായിട്ട് വീട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ
എന്ത് സാഹചര്യത്തിലാണ് അമ്മ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അച്ഛനെ കൂടി ചോദ്യം ചെയ്യുന്ന നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ളത്. ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു താനെന്ന് അമ്മ പറയുന്നുണ്ട്. നിരന്തരം ഗാർഹിക പീഡനം ഉണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് ഇത്തരം മാനസിക അസ്വാസ്ഥ്യത്തിലേക്ക് കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ വസ്തുതയുണ്ടോ അതോ അമ്മയുടെ തന്നെ അനുമാനങ്ങളാണോ ഈ കാര്യങ്ങളൊക്കെ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരാനുണ്ട്. എന്തായാലും കുഞ്ഞിൻ്റെ ചേതനയേറ്റ മൃതദേഹമാണ്, കല്യാണിയുടെ ചേതനയേറ്റ മൃതദേഹമാണ് കഴിഞ്ഞ 8.5 മണിക്കൂറിന് ശേഷം ഉള്ള കുഞ്ഞിനെ തിരിച്ചു കിട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ്. ഇനി തുടർ നടപടികളുണ്ട്. നമ്മളിപ്പോൾ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇവിടുത്തെ പോലീസാണ് ഇന്നലെ മുതൽ ഇതിൻ്റെ പിന്നാലെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിധിയിലായിരുന്നു, ഈ സ്റ്റേഷൻ്റെ പരിധിയിലായിരുന്നു. ഇവിടെ അമ്മയെ ചോദ്യം ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ റൂറൽ SP എത്തി കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ ആ തെരച്ചിൽ നടക്കുമ്പോൾ ഈ കുടുംബങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഈ കുഞ്ഞില്ലാതെ ചെന്ന് കയറുന്നത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തന്നെയായിരുന്നു. അപ്പം ഈ മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നു എന്ന് ഈ സന്ധ്യയുടെ കുടുംബമാണോ പറയുന്നത്? നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇങ്ങനെ ഒരു കാര്യമായ പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞിനെ പുഴയിലേക്ക് എറിയാൻ മാത്രമൊക്കെയുള്ളൊരു മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിനെ എങ്ങനെ ഇവരുടെ കൂടെ വിട്ടു എന്നതൊക്കെ ചോദ്യചിഹ്നമാണല്ലോ. അവർക്കൊരു മൂത്ത മോൻ കൂടി ഉണ്ട് എന്നറിയുന്നു. അങ്ങനെ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായി ഈ സമയത്ത് കിട്ടുന്നുണ്ടോ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് കുഞ്ഞിൻ്റെ ഈ അച്ഛൻ്റെ കുടുംബ ബന്ധുക്കളാണ് ഇത്തരത്തിൽ നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് കുഞ്ഞിനെ കൊല്ലാൻ നേരത്തെ നോക്കിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണം പോലീസ് നൽകിയിട്ടുള്ള, ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്ന് സ്ഥിരീകരണം നടത്തിയിട്ടുള്ളത്. കുഞ്ഞിനെ കണ്ടവാനും ഉപദ്രവിക്കുമായിരുന്നു, അതായത് മർദ്ദിച്ച് അവശയാക്കുമായിരുന്നു. അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊക്കെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ബന്ധുക്കളാണ് കഴിഞ്ഞ ദിവസം പോലീസിന് നൽകിയത്. മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ പറയുന്ന, അതായത് അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് ആദ്യമേ എത്തിയിരുന്നു. കാരണം അമ്മയുടെ മൊഴി എടുത്തുകൊണ്ടിരുന്നപ്പോൾ അമ്മ വിവിധ തരത്തിലുള്ള, അതായത് പരസ്പര വിരുദ്ധതയുള്ള വൈരുദ്ധ്യമുള്ള മൊഴികളായിരുന്നു പലതവണയും നൽകിയിരുന്നത്. അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ അമ്മയ്ക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ശ്രീജ ആദ്യം സൂചിപ്പിച്ചതുപോലെ നിർണായകമായ നിമിഷങ്ങൾ നഷ്ടപ്പെടുകയായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യലിലൂടെ. അമ്മ ഈ പലതരത്തിൽ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിൽ, മൊഴി മാറ്റി പറയുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം കുഞ്ഞിനെ ഓട്ടോയിൽ, അതായത് തിരുവാങ്കുളത്തു നിന്നും ഓട്ടോയിലാണ് ഈ പറഞ്ഞ ബസ് സ്റ്റേഷനിലെത്തുന്നത്. ബസ് സ്റ്റേഷനിൽ നിന്നും ആണ് ആലുവയ്ക്ക് പോകുന്നത്. ഈ ഓട്ടോയിൽ കയറുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർ ആദ്യം വെളിപ്പെടുത്തുന്നുണ്ട്, ബസ് സ്റ്റേഷനിൽ ഇറക്കി വിട്ട ശേഷമാണ്. അതിനുശേഷം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളായിരുന്നു ആദ്യം പോലീസിന് ലഭിച്ചത്. അതായത് അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ എവിടെ നിന്നാണ് നഷ്ടപ്പെട്ടത് എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ആദ്യം പോലീസ്. പിന്നീട് ആലുവയിലാണ്, അതായത് ബസ്സിൽ കയറ്റിവിട്ടു കുഞ്ഞിനെ. ആലുവയിൽ വെച്ചാണ് നഷ്ടപ്പെട്ടത് എന്നമ്മ പറയുന്നുണ്ട്. ആലുവയിൽ വെച്ച് എന്ന് പറയുമ്പോൾ പിന്നീട് ഏത് ബസ്സാണ്, KSRTC ആണോ, അത്തരത്തിലുള്ള അന്വേഷണമായിരുന്നു. പിന്നീട് KSRTC ബസ്സാണെന്ന് പറയുന്നുണ്ട്. KSRTC ബസ്സുകൾ ആ സമയത്ത് സർവീസ് നടത്തിയിട്ടുള്ള KSRTC ബസ്സുകൾ സംബന്ധിച്ചും അന്വേഷണം നടന്നു. തുടർന്നാണ് അമ്മ, അതായത് ഈ മറ്റൊരു CCTV ദൃശ്യം കൂടി കിട്ടുകയാണ്. അമ്മ തനിച്ച്, അതായത് ആദ്യം കുഞ്ഞിനെയും കൊണ്ട് പോകുന്ന ദൃശ്യം, പിന്നീട് അമ്മ തനിച്ചു പോകുന്ന ദൃശ്യവും പോലീസിന് കിട്ടിയപ്പോഴാണ് എന്തോ ഒരു അപാകത പോലീസിന് ഫീൽ ചെയ്തത്. അങ്ങനെയാണ് ചോദ്യം ചെയ്യലിൻ്റെ മോഡ് പോലീസ് മാറ്റിയതും. അപ്പോഴാണ് അമ്മ കുഞ്ഞിനെ താൻ ഇല്ലാതാക്കി, അത് കുഞ്ഞിനെ ഞാൻ പുഴയിലേക്ക്, മൂഴിക്കുളം പാലത്തു നിന്ന് പുഴയിലേക്ക് എടുത്തെറിഞ്ഞു എന്ന് ഉള്ള വ്യക്തതയിലേക്ക് വരുന്നത്. അതിനുശേഷം പിന്നീട് വരുത്തിയ ക്ലാരിറ്റിയാണ്. അപ്പോഴും ഈ പുഴയിൽ നിന്ന് അമ്മ എറിഞ്ഞിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു പോലീസും നാട്ടുകാരും ഒക്കെ. കാരണം ഈ മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ മൊഴി മുഖവിലേക്ക് എടുക്കാമോ എന്നൊരു ആശങ്കയിലായിരുന്നു. കാരണം
പുഴയിലെറിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളൊട്ടാകെ അത് അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യം കൊണ്ട് പറഞ്ഞു പോയതായിരിക്കണം എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു നാട് മുഴുവൻ. എന്നിരുന്നാൽ പോലും അമ്മ പറഞ്ഞിടത്ത് തിരയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറ്റ് ഓപ്ഷനുകൾ പോലീസിൻ്റെ മുന്നിൽ ഇല്ലാതെ വന്നു. അങ്ങനെയാണ് തിരച്ചിൽ ഊർജിതമാക്കുന്നത്. മുഴുക്കുളം പാലത്തിലേക്ക് എല്ലാവരും എത്തുക. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ആളുകൾ പാലത്തിനടിയിലേക്ക് ഇറങ്ങി തിരച്ചിൽ തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ ഇത് വലിയ മഴയാണ്. മഴയെ അതിജീവിച്ചും അല്ലെങ്കിൽ ദുഷ്കരമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ദുഷ്കരമായി മഴ ബാധിച്ചെങ്കിൽ പോലും പ്രാഥമികമായ പ്രാദേശികരായ നീന്തൽ സംഘങ്ങളുടെ സഹായമൊക്കെ പോലീസ് തേടിയിരുന്നു. സ്കൂബ സംഘം എത്തിയിരുന്നു, അതുപോലെ ഫയർഫോഴ്സ് എത്തിയിരുന്നു. ഇങ്ങനെ തിരച്ചിൽ വ്യാപകമാക്കുകയാണ്. നാട്ടുകാരൊക്കെ അവരെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ വെള്ളത്തിലിറങ്ങിയും അല്ലാതെയും ഒക്കെ തിരച്ചിൽ നടത്തി നാട് മുഴുവൻ. ആദ്യം ആലുവ റൂറൽ പരിധിയിൽ നിന്നിരുന്ന തിരച്ചിൽ പിന്നീട് ജില്ലയൊട്ടാകെയായി. കാരണം കുഞ്ഞിനെ മിസ്സായതാണ്, മിസ്സിംഗ് കേസായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. ഈ അമ്മ മുഴിക്കുളത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് പോലീസിൻ്റെ ശ്രദ്ധ മുഴുവൻ അവിടെയായി. എന്തായാലും അമ്മ പറഞ്ഞെടുത്ത് തന്നെ കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് വൈകിപ്പോയിരുന്നു. കിട്ടിയത് കല്യാണിയുടെ ചേതനേറ്റ ശരീരമാണ്. അതാണ് നമ്മളെ ആകെ വിഷമിപ്പിക്കുന്നത്. കഴിഞ്ഞ 5-6 മണിക്കൂറിൻ്റെ പരിചയം മാത്രമേ ഉള്ളൂ നമുക്ക് ഓരോരുത്തർക്കും. കല്യാണി എന്ന് പറയുന്നത് 3.5 വയസ്സുകാരി. പക്ഷേ അമ്മയുടെ കൊടും ക്രൂരതയാ, കുഞ്ഞ് ഒടുങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുണ്ട്. അമ്മയുടെ മാനസികാസ്വാസ്ഥ്യം മാത്രമാണോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത്? എന്നിരുന്നാലും ക്രിമിനൽ മൈൻഡ് സെറ്റപ്പുള്ള ഒരമ്മ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം മാനസികാസ്വാസ്ഥ്യമുള്ളപ്പോഴും മുൻപും ഇത്തരത്തിൽ അമ്മ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഏത് സാഹചര്യത്തിലാണ് അമ്മയുടെ കയ്യിൽ കുഞ്ഞിങ്ങനെ തനിച്ചെത്തിയത് എന്നുള്ള ചോദ്യവും ബാക്കിയാകുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മുൻപും ഇത്തരം കൊലപാതക ശ്രമങ്ങൾ അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അമ്മ പറയുന്നത് കുഞ്ഞിനെ കൊന്ന് ഞാനും മരിക്കാൻ തയ്യാറെടുത്തതാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും പിന്നെ എന്തിനാണ് കുഞ്ഞിനെ കൊന്ന ശേഷം അവരത്തരത്തിലുള്ള ശ്രമം നടത്താതെ നേരെ ഓട്ടോറിക്ഷ പിടിച്ച് സേഫായി വീട്ടിലെത്തിയ ശേഷം ആണ് കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളൊരു പ്രചാരണം നടത്തിയത്. കള്ളപ്രചാരണം നടത്തിയതാണ് കുറേ കൂടി ഈ പറയുന്ന തെരച്ചിലിനെ ബാധിച്ചത് എന്ന് വേണം പറയാൻ. എന്തായാലും കുഞ്ഞിനെ കണ്ടെത്തിയത് അങ്ങേയറ്റം ദുഃഖകരമായ അവസ്ഥയിലാണ്. കേരളത്തെ മുഴുവൻ നടുക്കുന്ന രീതിയിലുള്ള ഒരു മരണമായി പോയി കല്യാണിയുടേത്. കേരളത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് ആ 3.5 വയസ്സുകാരിയുടെ ചേതനേറ്റ ശരീരം. അങ്ങനെ അങ്ങേയറ്റം വിഷമകരമായ അവസ്ഥയിലൂടെ തന്നെയാണ് ഈ 8.5 മണിക്കൂർ അങ്ങേയറ്റം ആശങ്കയോടുകൂടിയാണ് കേരളം ഒട്ടാകെ ഈ തെരച്ചിലിന് മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ആളുകളൊപ്പം കൂടിയത് എന്ന് വേണം പറയാൻ. ആലുവയിൽ നേരത്തെ അതിഥി തൊഴിലാളിയുടെ മകൾ മരിച്ചതും അതുമായി ബന്ധപ്പെട്ടും തുടർന്നുണ്ടായ കുഞ്ഞുങ്ങളുടെ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ടും ആലുവയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കാണാതായി എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ആശങ്കയോടുകൂടി തന്നെയാണ് കേരളം ആ വാർത്തയെ നോക്കിക്കണ്ടത്, ആ വിവരത്തെ നോക്കിക്കണ്ടത്. അങ്ങനെയാണ്. എന്നിരുന്നാൽ പോലും ഇന്നലെ മുഴുവൻ രാത്രി മുഴുവൻ തെരച്ചിലിനൊടുവിലാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. 8.5 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ കണ്ടെത്തുന്നത്. ആ സമയത്തൊക്കെ ഒരു ചെറിയ കുഞ്ഞ്, അമ്മയുടെ ക്രൂരത കൊണ്ട് ഒരു ചെറിയ കുഞ്ഞ് രക്ഷപ്പെടാനാവാതെ ഈ പറയുന്ന പുഴയുടെ അടിത്തട്ടിൽ വീണു കുഞ്ഞിനെ കൈവിട്ടു പോയെങ്കിൽ ആ കുഞ്ഞ് എവിടെയായിരിക്കും? രാത്രി നല്ല മഴയായിരുന്നു, എവിടെയായിരിക്കും എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ ആശങ്ക. പിന്നീടാണ് അമ്മ കുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ മുതൽ ആ കുഞ്ഞിനെ ജീവനോടെ രക്ഷിക്കാൻ കഴിയുമോ എന്നതായിരുന്നു നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ ആലോചന. പക്ഷേ എല്ലാ പരിശ്രമങ്ങളും വൃഥ ആയിപ്പോയി. ആ കുഞ്ഞ് 3 വയസ്സ് മാത്രമാണ് പ്രായം. അമ്മയുടെ ഒക്കത്തിരുന്ന് അംഗൻവാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ കുഞ്ഞാണ്. ഇപ്പോൾ ജീവനില്ലാതെ ആ കുഞ്ഞിൻ്റെ ശരീരമാണ് പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. എന്താണ് ഇങ്ങനെ ഒരു ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്? മുൻപും ഈ കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ചു എന്നൊക്കെ ആരോപണങ്ങളുണ്ട്. അതൊക്കെ എത്രത്തോളം ശരിയാണ്? ഈ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ശരിക്കും മാനസിക പ്രശ്നമാണോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്ക് ഇന്നത്തെ പകൽ ഉത്തരം തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അത്യന്തം ദുഃഖകരമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും സുരക്ഷിതമായിരിക്കുക അവരുടെ രക്ഷിതാക്കളുടെ കയ്യിലാണെന്നാണ് നമ്മൾ പൊതുവെ കരുതാറ്. പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ ഇങ്ങനെയും ചില വാർത്തകൾ ഉണ്ടാവുന്നു. അത് നമുക്ക് വായിക്കേണ്ടി വരുന്നു, നിങ്ങൾക്കത് കേൾക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നതും അത്യന്തം ദുഃഖകരമാണ്. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. ഇന്നലെ വലിയ ആശങ്കയുണ്ടാക്കിയ മറ്റൊരു വാർത്തയായിരുന്നു നിർമ്മാണത്തിനിടെ മലപ്പുറം കൂരിയാട് ദേശീയപാത 66 സർവീസ് റോഡ് തകർന്നത്. ഈ സംഭവത്തിൽ ഇന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരും ജനപ്രതിനിധികളും ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുകയാണ്. ഉച്ചയ്ക്ക് 2:30 മലപ്പുറം കളക്ടറേറ്റിലാണ് യോഗം. റോഡ് തകരാനുണ്ടായ സാഹചര്യം, തുടർ നടപടികൾ എന്നിവ ഈ യോഗത്തിൽ കമ്പനി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കും.
UDF കൺവീനർ അടൂർ പ്രകാശ്, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ തുടങ്ങിയ UDF നേതാക്കൾ ഇന്ന് കൂരിയാട് എത്തുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, പല രീതിയിലുള്ള പരാതികൾ, ആക്ഷേപങ്ങളൊക്കെ ഇത്തരം ഈ കൂരിയാടുള്ളതുപോലെ റോഡ് നിർമ്മാണത്തെ പറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവഗണിച്ചാണ് ഈ പദ്ധതിയുമായും അല്ലെങ്കിൽ ഈ നിർമ്മാണവുമായി മുന്നോട്ട് പോയത്. പക്ഷേ ആ ആക്ഷേപങ്ങൾ ശരിവെക്കുന്ന തരത്തിൽ ഒരു വലിയ അപകടം ഇന്നലെ ഉണ്ടായി. സമാനമായ രീതിയിൽ ഇനിയും നിർമ്മിതികളുണ്ട്. അപ്പോൾ മുന്നോട്ട് പോക്കടക്കം പല കാര്യങ്ങളിലും നിർണായകമായ ചർച്ച നടക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് അറിയേണ്ടതുണ്ട്. ഇന്നത്തെ യോഗം എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? അങ്ങനെ നോക്കുമ്പോൾ ആരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും? ശ്രീജ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുരിയാട് തന്നെയാണ്. ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ മഴയത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിന്റെ മറ്റെന്തെങ്കിലും കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉയരുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതർ ഈ ഒരു വിഷയത്തിൽ എങ്ങനെയാണ് വിശദീകരണം തരിക എന്നുള്ളതാണ്. എന്താണ് ഈ റോഡ് ഇടിയാനുള്ള കാരണം എന്നതിൽ ഔദ്യോഗികമായിട്ട് എന്ത് വിശദീകരണമാണ് അവർക്ക് തരാനുണ്ടാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. ഒപ്പം തന്നെ ഇതിന്റെ നിർമ്മാണം അത് ഇനിയും സമയം, അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഈ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ സമയം ഇതിന് എടുക്കേണ്ടതായിട്ട് വരും. അത് എത്ര കാലയളവ് വേണ്ടിവരും, അതുപോലെ ഇനി ഈ ഒരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തില് ഇത് ആവർത്തിക്കാതിരിക്കാൻ എന്തെല്ലാം തുടർ മുൻകരുതൽ നടപടികൾ എടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊക്കെ ഔദ്യോഗികമായിട്ടുള്ളൊരു വിശദീകരണം, ഔദ്യോഗികമായിട്ട് എന്ത് നടപടി സ്വീകരിക്കുമെന്ന കാര്യത്തിലൊരു ഉറപ്പ്, ഇതൊക്കെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം വിളിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2:30-ക്ക് ജില്ലാ കളക്ടറേറ്റിലാണ്, കളക്ടറുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. അതിൽ പ്രാദേശിക ജനപ്രതിനിധികൾ മുതൽ MLA-മാരും അതുപോലെ തന്നെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ വലിയൊരു പ്രശ്നം വരുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നിർമ്മാണത്തിന്റെ അപാകതയല്ല ഇതിലൊരു വിഷയത്തിലേക്ക് നയിച്ചത് എന്നൊരു വിശദീകരണമാണ് അനൌദ്യോഗികമായിട്ട് ഈ നിർമ്മാണം നടത്തുന്ന കമ്പനികളിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ളത്. അത് ഈ ഒരു മേഖലയിൽ ചതുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് കൂടുതൽ സൗകര്യങ്ങളും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കേണ്ടതിന്റെ ഒരു സാഹചര്യമാകും ഇതിൽ കൂടുതലായിട്ടും ഇനി ഇതിന് ഒരു കാരണമായിട്ട് പറയുക എന്ന് വേണം മനസ്സിലാക്കുവാൻ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കുവാൻ എത്ര സമയമെടുക്കും, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കാൻ എത്ര സമയമെടുക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലാത്ത ഒരു സാഹചര്യം. കാരണം അത്രമാത്രം ഗുരുതരമായ ഒരു വീഴ്ച തന്നെയാണ്, ഒരു അപകടം തന്നെയാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സാഹചര്യങ്ങളിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്നും എന്ത് വിശദീകരണങ്ങളാണ് ഇതിൽ തരിക എന്നുള്ളതാണ് അറിയാനുള്ളത്. ഒപ്പം ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയം തന്നെയാകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം നേരത്തെ തന്നെ ഈ ഒരു ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയരുമ്പോൾ അതിന്റെ ഹൈവേ പ്രചരണം നടത്തുന്നു എന്ന കാര്യം പറയുമ്പോൾ തന്നെ ഇനി ഇത് ഒരു വീഴ്ചയായിട്ട് കണ്ട് പ്രതിപക്ഷം ഇത് എങ്ങനെ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നതും അറിയേണ്ടതാണ്. ഒപ്പം സർക്കാരിന്റെ വിശദീകരണം, എന്താണ് മന്ത്രി ഇതിൽ പറയുന്നത് എന്ന് അറിയേണ്ടതാണ്. അങ്ങനെ എന്താണ് മന്ത്രി ഇതിൽ പറയുന്നത് എന്ന് അറിയേണ്ടതാണ്. അങ്ങനെ അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇന്ന് ഈ ഒരു പകൽ അറിയാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കുരിയാട് ഈ മേൽപ്പാലത്തിന്റെ, ഹൈവേയുടെ മേൽപ്പാലത്തിന്റെ ഒരു ഭാഗത്താണ്. നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളിൽ തന്നെ എത്രമാത്രം വലിയൊരു ദുരന്തമാണ് വഴിമാറിപ്പോയതെന്ന് അറിയാൻ കഴിയും. കാരണം നിലവിലെ സർവീസ് റോഡിന്റെ ഒരു ഭാഗത്തേക്കാണ് ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഈ സംവിധാനങ്ങൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വലിയ തോതിൽ തന്നെ ഒരു അപകടം ഒഴിവായിപ്പോയതാണ് എന്ന് പറയേണ്ടി വരും. 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അതിലായിട്ട് 8 യാത്രക്കാർ നിലവിൽ ചികിത്സയാണുള്ളത്. ആരുടെയും നില ഗുരുതരമല്ലെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത നമുക്ക് ഇവിടെ കാണാം. നോക്കൂ, ഇവിടെ എല്ലാം തന്നെ ഇത് മേൽപ്പാലം, ഇതാണ് ഹൈവേ കടന്നു പോകുന്ന മേൽപ്പാലാണ്. ഇത് റോഡ് ഇവിടെ വീണ്ടുകയറിയത് കാണാം നമുക്ക്. ഇത് ഇന്നലത്തെ ഈ ഒരു മണ്ണിടിഞ്ഞതിന് ശേഷമുണ്ടായ സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും വലിയ ഭാരമാണ് ഈ സിമന്റ് കട്ടകൾ ഉണ്ടാക്കിയ ഈ ഒരു ഹൈവേയുടെ
ഈ ഒരു ഘടനയ്ക്കുള്ളത്, നിർമ്മാണത്തിനുള്ളത്. അത് ഈ ചതുപ്പ് നിലത്തിൽ പ്രത്യേകിച്ച് മണ്ണിട്ടുയർത്തിയ സർവീസ് റോഡിന് ആ ഭാരം താങ്ങാനുള്ള ഒരു ശേഷിയില്ലാത്തതാണ്, അല്ലെങ്കിൽ ആ ഭാരം താങ്ങാൻ കഴിയാത്തതാണ് ഈ ഒരു അപകടത്തിലേക്ക് വഴിയൊരുക്കിയത്. നമുക്കത് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. നിർമ്മാണത്തിലിരിക്കുന്ന ഹൈവേയുടെ ഒരു ഭാഗം, അതായത് ഇടതുവശത്തുള്ള കോഴിക്കോട് ദിശയിലേക്ക് പോകുമ്പോൾ വലതുവശത്തുള്ള ഭാഗം ഒരു സ്ഥലത്തേക്ക് ഇടിഞ്ഞ് ചെരിഞ്ഞ് താഴ്ന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കും. അത്രമാത്രം വലിയ ഒരു അപകടം. നമുക്ക് കുറച്ച് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ എങ്ങനെ ഈ ഒരു ദുരന്തമുണ്ടായി എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ദൃശ്യം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ, ഇവിടെ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഭാഗമാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു തന്നിരിക്കുന്നത്. ഇവിടെ വലിയ തോതിൽ മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞ് ഇതിന്റെ ഭാരം കൂടി താഴേക്ക് ചെന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നോക്കൂ, ഇവിടെയെല്ലാം വലിയ തോതിൽ തന്നെയാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്നത് കൊണ്ട് ഇതുവഴി വലിയ വാഹനങ്ങൾ അധികം പോകാത്തത് കൊണ്ടും ആണ് ദുരന്തം വലിയ ആഘാതം അല്ലെങ്കിൽ വലിയ വ്യാപ്തിയിൽ എത്താതിരുന്നത് എന്ന് വേണം കരുതുവാൻ. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും എത്രമാത്രം ആഘാതം ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊക്കെ. സത്യത്തിൽ മുകളിൽ നിന്നുള്ള ഈ കാഴ്ചകളാണ് ഈ ഇന്നലെ ഉണ്ടായ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ ആവശ്യമായിട്ടുള്ളത്. ഇവിടെ കാണാം, ഇവിടെയൊക്കെ നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗത്താണ് ഇത്രയും വലിയ തോതിൽ ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത്. ഈ ഭാരമെല്ലാമാണ് താഴേക്ക് എത്തി ആ താഴത്തെ സർവീസ് റോഡ് കൂടി വിണ്ട് കയറുവാനും അതുപോലെ തന്നെ പൊളിഞ്ഞു പോകാനും ഒക്കെ ഒരു കാരണമായിട്ടുള്ളത്. ഇവിടെയെല്ലാം പൂർണ്ണമായിട്ടും ഇടിഞ്ഞു കിടക്കുകയാണ്. മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക എത്രമാത്രം ഇടിവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു മേഖലയ്ക്ക് ഈ ഒരു ചതുപ്പ് നിലമാണ്. ഇവിടെ ഇത് ചതുപ്പ് നിലമാണ്. ഈ നമുക്ക് പാടം കാണാൻ കഴിയും. ഈ പാടത്തിന്റെ മുകളിലൂടെയാണ്, ഈ പാടത്തിന്റെ ഇടയിലൂടെയായിരുന്നു ഈ വഴി കടന്നു പോരുന്നത്. അപ്പൊ ഈ പാടത്തിന്റെ ഘടന, ഒന്നാമത് വെള്ളം ഒഴുകിപ്പോകുന്നതിന് കൃത്യമായ തോതിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. ഈ ദേശീയപാതയുടെ നിർമ്മാണ കമ്പനി അധികൃതരും പറയുന്നത് അവർ അനൌദ്യോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ്. ഇതിൽ വെള്ളം ഒഴുകിപ്പോകുന്നതിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ പറ്റിയ ചില പിഴവുകൾ ഇതിലുണ്ട് എന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. കാരണം അതാണ് ഈ ഒരു പ്രദേശത്തിന്റെ ഭൂഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു നിർമ്മാണം നടത്താത്തതാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നതിന് വഴിവെച്ചത് എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അനൌദ്യോഗികമായിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്. ഇനി അത് ഇന്നത്തെ യോഗത്തിൽ അവർ എത്രമാത്രം അത് പറയുമെന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു റീച്ച് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അധികം ദൂരം വരുന്നുണ്ട് മേൽപ്പാലത്തിന് മുകളിലൂടെ. അതേ സമയം മേൽപ്പാലത്തിന്റെ താഴെ സർവീസ് റോഡിലും ഒരു അത്രയും 250 മീറ്ററിലധികം ദൂരം വരുന്നുണ്ട്. ആ മേഖലയിൽ ഒന്നാകെ നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഒരു മേഖല ഇടിഞ്ഞു വീണിട്ടുണ്ട്, ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും പരിഹരിച്ച്, അതായത് അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കണമെങ്കിൽ നമുക്ക് ഉദ്ദേശിച്ച സമയത്തിലധികം എടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ ഈ റീച്ച് മുഴുവനായിട്ടും പുതിയ പ്ലാൻ അനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് രണ്ടാമത് നിർമ്മിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവും വരും. എന്തിനാണെങ്കിലും അതീവ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കനത്ത മഴ പെയ്യുന്നുണ്ട്. ഈ മഴ ഇവിടെ എത്രമാത്രം ഈ ഇന്നലെ വിണ്ട് കീറിയ മേഖലകളിൽ ഇനി എത്രമാത്രം ആഘാതമുണ്ടാക്കും, കൂടുതൽ മേഖലയിലേക്ക് ഇത് ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലേക്ക് ഈ സാഹചര്യങ്ങൾ എത്തിക്കുമോ എന്നുള്ളതൊക്കെ ആശങ്ക ഉയർത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ ജില്ലാ കളക്ടറും ഈ ദേശീയപാത നിർമ്മാണ കമ്പനി അധികൃതരും ഒക്കെ വരും മണിക്കൂറുകളിൽ ഇവിടെ സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രതിഷേധത്തിന്റെ ഒരു സാഹചര്യമുണ്ട്. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം, ദേശീയപാതയിൽ ഗതാഗതം വഴി തിരിച്ചു വിട്ടതുകൊണ്ട് വരും മണിക്കൂറുകളിൽ കനത്ത ഗതാഗതക്കുരുക്കുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തൃശൂർ കോഴിക്കോട് വളാഞ്ചേരി വഴി തൃശൂർ കോഴിക്കോട് സഞ്ചരിക്കുന്നവർക്ക് കക്കാട് ജംഗ്ഷൻ മുതൽ അപ്പുറത്ത് വഴിപ്പാറ വരെ വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ഗതാഗതക്കുരുക്ക് നീണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ യാത്രയ്ക്ക് ഇറങ്ങുന്നവർ ഇക്കാര്യം കൂടി ഒന്ന് മുൻകരുതൽ എടുത്തിട്ട് വേണം ഈ വഴിയിലൂടെ ഇന്ന് സഞ്ചരിക്കുവാൻ. ഒരുപക്ഷെ ദൂരത്തുള്ള യാത്രക്കാർക്കാണെങ്കിൽ തീരദേശപാത, അതായത് താനൂർ തിരൂർ റോഡ്
തിരഞ്ഞെടുക്കുകയായിരിക്കും ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ദിവസങ്ങളിലൊക്കെ അഭികാമ്യമായിട്ടുള്ളത് എന്നുകൂടി നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ശ്രീജ, എന്തായാലും അനുമോദ്, വളരെ പെട്ടെന്ന് ആ റോഡ് ശരിയായി ആ വഴിയിലൂടെയുള്ള ഗതാഗതം സാധാരണഗതിയിലാവാൻ ഉള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത്രയും ദിവസത്തേക്ക് ഈ തരത്തിലൊരു ബുദ്ധിമുട്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ്, ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നാണ്. അപ്പോൾ ആ തരത്തിൽ ആ ഭാഗത്ത് എന്തായാലും വരും ദിവസങ്ങളിലും ഉണ്ടാവുമെന്ന് ഉറപ്പാണ് അല്ലേ? തീർച്ചയായും ശ്രീജ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇപ്പോൾ രാവിലെ വലിയ തിരക്കില്ലാത്തത് വാഹനങ്ങളൊക്കെ കൂടുതലായിട്ട് എത്തിത്തുടങ്ങുന്ന സമയമായിട്ടേ ഉള്ളൂ. പക്ഷേ ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ ഹൈവേയിലൂടെ തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടാകുന്ന സാഹചര്യമാണ്. അപ്പോൾ ഹൈവേയുടെ പകുതി പോലും വീതിയില്ലാത്ത സാധാരണ റോഡുകളിലൂടെ ഹൈവേയിൽ പോകുന്ന വാഹനങ്ങൾ മുഴുവൻ കടന്നു പോകുമ്പോഴുള്ള ഒരവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അത് വലിയ തോതിൽ തന്നെ ഒരു ഗതാഗത കുരുക്ക് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറ്റുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ദേശീയപാതയിൽ ഇവിടെ വഴിപ്പാറ മുതൽ കക്കാട് വരെയാണ് ഈ ഗതാഗതത്തിന് അനുവാദമില്ലാത്തത്. അത് അതിലൂടെ കടന്നു പോകേണ്ട വാഹനങ്ങൾ മമ്പുറം വഴിയാണ് കടത്തിവിടുന്നത്. അവിടെ ചെറിയ റോഡുകളാണ്. അവിടെയുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ ഇത്രയും വാഹനങ്ങളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷി ഉള്ളത് ആണെന്ന് പറയാനും കഴിയില്ല. അപ്പോൾ കനത്ത മഴയുമുണ്ട് ഇവിടെ. സ്വാഭാവികമായിട്ടും വലിയ ഗതാഗത കുരുക്ക് വരും മണിക്കൂറുകളിൽ ഇവിടെ ഉണ്ടാകും. അനുമോദം, ഇനി തിരിച്ച് നമ്മൾ ഈ റോഡിന്റെ കാര്യത്തിലേക്ക് വന്നാലേ, ഇപ്പം നിർമ്മാണത്തിലെ അപാകതയല്ല എന്ന് പറഞ്ഞ് ദേശീയപാത അതോറിറ്റിക്ക് അല്ലെങ്കിൽ നിർമ്മാണ കമ്പനിക്ക് കൈയൊഴിയാൻ എത്ര കണ്ട് സാധിക്കും? കാരണം നമുക്കറിയാം, ഒരു ചതുപ്പ് നിലം, ഒരു പാടം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. വളരെ നമ്മളൊരു ഇക്കോളജിക്കലി ഫ്രജൈൽ എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് ഈ പാടവും അതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളൊക്കെ. അവിടെ ഇത്രയും ഭാരമുള്ളൊരു നിർമ്മിതി താങ്ങാൻ കഴിയില്ല. വെള്ളം ഒഴുകി പോകേണ്ട ഒരു ഭാഗമാണ് ഇതിപ്പോൾ. ഏറ്റവും കോമൺ സെൻസിൽ നമുക്ക് വരെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ നാട്ടുകാർ ഇത്തരം ആശങ്കകളൊക്കെ ഉയർത്തിയപ്പോഴും ഈ നിർമ്മാണ സമയത്ത് ഇങ്ങനെ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുത്തിരുന്നില്ലേ? അതിന് ഉത്തരം പറയേണ്ടി വരില്ല എന്തായാലും. ശ്രീജ, ഇതിൽ 2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഇന്നലെ ഈ അപകടം ഉണ്ടായ സമയത്ത് പലരും ഇതിനു മുൻപ് പല മേഖലയിലും അപകട സാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പരാതി കൊടുത്തതായിട്ട് പറയും. നമ്മൾ ഇന്നലെ രാത്രി ജില്ലാ ഭരണകൂടത്തിലെ ഉന്നത അധികൃതരുമായും കളക്ടറുമായിട്ടൊക്കെ സംസാരിച്ചതാണ്. നിർമ്മാണത്തിലിരിക്കെ ഉണ്ടാകുന്ന പരാതികൾ അത് ആ സമയത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നതിനെക്കുറിച്ചും വഴി തടസ്സപ്പെടുന്നതിനെക്കുറിച്ചും അങ്ങനെ നിർമ്മാണ ഘട്ടത്തിൽ എവിടെയും ഉണ്ടാകാവുന്ന പരാതികളാണ് ഉയർന്നിട്ടുള്ളത്. അതല്ലാതെ ഈ നിർമ്മാണത്തിന്റെ അശാസ്ത്രീയതയെക്കുറിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വലിയ പരാതികൾ ജില്ലാ ഭരണകൂടത്തിന് മുമ്പിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ജില്ലാ കളക്ടറുമായിട്ട് ഇന്നലെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു അപകടം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പരാതികൾ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയും. പക്ഷേ അത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെ കുറിച്ചുള്ളതും അതേപോലെ തന്നെ ഘടനയെക്കുറിച്ചുള്ളതുമായിട്ടുള്ള പരാതികളാണോ എന്ന് ഒരു ഘട്ടത്തിലും പറയാനാകില്ല എന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് നമ്മളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഫോണിൽ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ നിർമ്മാണ ഘട്ടത്തിലെ പരാതികളെക്കുറിച്ച് ഇനി ഉയരുന്നത് ഒരുപക്ഷെ പലയിടങ്ങളിലായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് തള്ളിക്കളയാനാകില്ല. പക്ഷെ ഇവിടെ വിഷയം നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ ഒരു ചതുപ്പ് നിലം, പാടമാണ്. പാടത്തിൽ സ്വാഭാവികമായിട്ടും വെള്ളം ഒഴുകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ആ ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ വെള്ളം വന്നു ചേരുക അത് സാധാരണ ഒഴുകിപ്പോകുന്ന ആ മേഖലകളിലൊക്കെ തന്നെയാണ്. അവിടെ വെള്ളം കൂടുതലായിട്ട് നിൽക്കുമ്പോൾ വെള്ളക്കെട്ടുണ്ടാകും. അത് ഭൂമിക്കടിയിലാണെങ്കിൽ ആ മേഖലയിലെ ഭൂമിയുടെ മണ്ണിന്റെ ബലം കുറയ്ക്കും. ആ മണ്ണ് ചേറുപോലെ ബലമില്ലാത്തതാകും. സ്വാഭാവികമായിട്ടും മുകളിൽ വലിയ ഭാരം വരുമ്പോൾ താഴെയുള്ള ഈ മണ്ണിന് അടിയിലുള്ള ഭാഗത്ത് ബലമില്ലാതിരിക്കുമ്പോൾ മണ്ണ് ഇരിക്കും, അല്ലെങ്കിൽ മുകളിലെ ഭാരം താങ്ങാൻ കഴിയാതെ ഇതുപോലത്തെ സാഹചര്യം വരും. ഇതാണ് നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച്, ഒരു സാധാരണക്കാരന്റെ ഒരു വിലയിരുത്തൽ വെച്ച് നമുക്ക് ഇങ്ങനെ തന്നെ വേണം ഇതിനെ കാണുവാൻ. അതായത് വെള്ളം ഒഴുകിപ്പോകുന്ന വഴി താൽക്കാലികമായി തടസ്സപ്പെടുത്തുമ്പോൾ അതുവഴി ഒഴുകിപ്പോകേണ്ട വെള്ളമെല്ലാം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുകയും അത് ഈ മുകളിലെ ഭാരം താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ഘടനയെ മാറ്റുകയും ചെയ്തിരിക്കാം. അതുതന്നെയാകാം ഇത്രയും വലിയ ഒരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം എത്രമാത്രം വലിയ ഒരു ഇടിവാണ് ഈ ഒരു മേഖലയിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഇനി രണ്ടാമത് ഈ പിഴവുകൾ പരിഹരിച്ച്
ഒരുപക്ഷെ ആ ഘടനയിലെ പിഴവുകളും നിർമ്മാണത്തിലെ പിഴവുകളും അതിന്റെ അശാസ്ത്രീയതയെല്ലാം പരിഹരിച്ചിട്ട് വേണം ഇനി ഈ ഒരു റീച്ച് രണ്ടാമത് ഉപയോഗത്തിന് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുവാൻ. അതിന് എത്ര സമയമെടുക്കും, അതിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തും എന്നതൊക്കെ ഒരുപക്ഷെ ഇവർക്ക് ശാസ്ത്രീയമായിട്ട് കൂടി പരിശോധിച്ച ശേഷമേ പറയാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെ വേണം കരുതുവാൻ. ആ തരത്തിലുള്ള സാഹചര്യം അത് വലിയ തോതിൽ തന്നെ സമയം ദീർഘിപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. നിശ്ചയിച്ച സമയപരിധിക്ക് അപ്പുറത്തേക്ക് ഈ ഒരു ഹൈവേയുടെ നിർമ്മാണം നീളാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. എന്നാണെങ്കിൽ അതേക്കുറിച്ചൊക്കെ ഔദ്യോഗികമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഈ നിർമ്മാണ കമ്പനി അധികൃതരും സർക്കാരും പറയുമെന്നുള്ളതും വ്യക്തമാണ്. ഇതിന്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നതിനെ കുറിച്ച് രാഷ്ട്രീയമായിട്ട് തന്നെ ഇതിനോടകം തർക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതൊരു വലിയ രാഷ്ട്രീയ വിവാദം കൂടി ആയി മാറുകയാണ്. ഇന്നിപ്പോ UDF കൺവീനറും ഒക്കെ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തും. നമുക്ക് കൃത്യമായ അതാത് സമയത്തേക്ക് അതിലേക്ക് വരാം. CV അനുമോദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകരോട് വളരെ കൃത്യമായ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. കോഴിക്കോട് തൃശൂർ ദേശീയപാതയാണ്. നല്ല മഴയുണ്ട്. അല്ലെങ്കിൽ തന്നെ ആ റോഡിൽ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. ഈ ഭാഗത്ത് വളാഞ്ചേരി ഭാഗത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക, വലിയ ബ്ലോക്ക് ഉണ്ടാവും. ചെറിയ റോഡിലൂടെയാണ് കയറിപ്പോകേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യമല്ലാത്ത യാത്രകളാണെങ്കിൽ തൽക്കാലം മാറ്റിവെക്കുന്നതാവും നല്ലത്. ഇനി അത്ര അത്യാവശ്യമാണെങ്കിൽ തീരദേശ പാതയുണ്ട്, ആ പാത തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ അതിനനുസരിച്ച് മണിക്കൂറുകളൊന്ന് മുൻകൂട്ടി കണ്ടു തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ശ്രദ്ധിക്കുക. യാത്ര ചെയ്യുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക് പറഞ്ഞതാണ്. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.
മറ്റു വാർത്തകളിലേക്ക് പോകാം. മോഷണക്കുറ്റം ആരോപിച്ച് യുവതിയെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് വിലയിരുത്തൽ. എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതും ചോദ്യം ചെയ്യലും നടപടിക്രമങ്ങൾ പാലിച്ചായിരുന്നില്ല എന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിഗമനം എന്നാണ് അവരുടെ നിഗമനം. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്ന കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലർ ഇന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും. പേരൂർക്കട സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി എസ് സാരംഗ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു. സാരംഗ്, ഒരു മാസം മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നതും ബിന്ദുവിന്റെ പ്രതികരണം വരുന്നതുമൊക്കെ. ഇന്നിപ്പോൾ ഈ നേരമാവുമ്പോഴത്തേക്ക് കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത വന്നുണ്ട്. തീർത്തും മനുഷ്യാവകാശങ്ങളെ മുഴുവൻ ലംഘിക്കുന്ന കാര്യങ്ങളാണ് പേരൂർക്കട സ്റ്റേഷനിൽ നടന്നത്. അതിന് ഈ ഉദ്യോഗസ്ഥർക്ക് CCTV ഉൾപ്പെടെയുള്ള തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? ഒരു കൂടുതൽ കാര്യമായ നടപടിയിലേക്ക്, ഒരു സസ്പെൻഷൻ എന്നതിൽ നിന്ന് കവിഞ്ഞ് ആ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ ഉത്തരവാദിത്തമുള്ള ഒരു നടപടിയിലേക്ക് പോകാൻ എത്രത്തോളം സാധ്യതയുണ്ട്? തീർച്ചയായും ശ്രീജ, കഴിഞ്ഞ മാസം 14 മുതൽ 19 തീയതി വരെയായിരുന്നു ഈ ബിന്ദു എന്ന് പറയുന്ന പരാതിക്കാരി ഈ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന വീട്ടിൽ ജോലിക്ക് പോയിരുന്നത്. അതിനുശേഷം 23 തീയതിയാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്നും യുവതി ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പരാതിക്കാരുടെ മുന്നിൽ നിർത്തി വളരെ മോശപ്പെട്ട രീതിയിൽ ഈ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ചു. അതായത് ബിന്ദുവിന്റെ ഭാഗം കേൾക്കാനോ ബിന്ദുവിന്റെ ഭാഗം എന്താണെന്ന് അറിയാൻ പോലും ശ്രമിക്കാത്ത രീതിയിൽ പോലീസുകാർ വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു പെരുമാറിയത്. 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും SIയും പിന്നെ വേറൊരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ബിന്ദുവിനെതിരെ വളരെ മോശമായിട്ട് പെരുമാറിയെന്ന് പറയുന്നു. അതായത് പുലർച്ചെ 3 മണിവരെ ഉറങ്ങാൻ സമ്മതിച്ചില്ല. പരാതിക്കാരിയുടെ വീട്ടിലെത്തി, ബിന്ദുവിന്റെ വീട്ടിലെത്തിയിട്ട് പരിശോധന നടത്തി. അവിടെ നിന്നും ഒന്നും ലഭിച്ചില്ല. അതിനുശേഷം ഇതിനു മുൻപ് തന്നെ സ്റ്റേഷനിലെത്തിയ ഉടനെ തന്നെ ഫോൺ വാങ്ങി വെച്ചു. അതാണ് ആദ്യം പറയുന്നത്. അതായത് ബിന്ദുവിന്റെ വീട്ടിൽ അറിയിക്കാതായിരുന്നു ഇത് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. പക്ഷേ എവിടെയാണ് എന്നറിയാതെ ഭർത്താവും കുടുംബവും അന്വേഷണം നടക്കുമ്പോൾ ബിന്ദു പോലീസ് സ്റ്റേഷനിലായിരുന്നു. ബിന്ദുവിന് കുടുംബക്കാരെയോ ഭർത്താവിനെയോ മക്കളെയോ അറിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഭർത്താവ് അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ കാണാനോ ഭക്ഷണം നൽകാനോ സമ്മതിച്ചില്ല. മക്കൾ ഭക്ഷണവുമായി എത്തിയപ്പോൾ വിഷം നൽകി പ്രതിയെ കൊല്ലാൻ നോക്കുകയാണോ, അത്തരത്തിലായിരുന്നു പ്രതികരണം. പ്രതിയാണെന്ന് എന്താ പറയുക, കുറ്റം ആരോപിച്ച് അങ്ങ് പ്രതിയാണെന്ന് അങ്ങ് വരുത്തി തീർക്കാനുള്ള നീക്കങ്ങളായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അടുത്ത ദിവസം 12 മണി കഴിഞ്ഞപ്പോഴാണ് സ്വർണം തിരിച്ചു കിട്ടി, പരാതിയില്ല എന്നുള്ള രീതിയിലേക്ക് ഓമന ഡാനിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബിന്ദു വീട്ടുജോലി ചെയ്തിരുന്ന വീട്ടിലെ ആള് അറിയിക്കുന്നത്. അതിനുശേഷം ഒരു ക്ഷമാപണം പോലും നടത്താതെ വീട്ടിൽ നിന്നും, അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്നും പൊക്കോണം, അതായത് ഈ ഭാഗത്ത് കണ്ടുപോകരുത്, ഈ ഏരിയകളിൽ കണ്ടുപോകരുത് എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. അത്തരത്തിൽ ഒരു തൊണ്ടിമുതലോ അല്ലെങ്കിൽ ബിന്ദുവിനെതിരെ ഒരു ആരോപണം മാത്രം, ഒരു പരാതി മാത്രമായിരുന്നു ആദ്യം ഉയർന്നു വന്നത്. ഇത്തരത്തിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതി എന്നതിലുപരി ഒരു പൗരന് നേരിടാൻ പാടില്ലാത്ത രീതിയിലുള്ള ഹരാസ്മെന്റ് അല്ലെങ്കിൽ ഒരു അധിക്ഷേപമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിനുശേഷം പോലീസിലും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിയും അടക്കം പരാതി നൽകിയിട്ടും കൃത്യമായ അന്വേഷണമോ അതിൽ നടപടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വന്നതിന് ശേഷമാണ് മാധ്യമ ശ്രദ്ധ ഇതിനെ പിടിച്ചുപറ്റുന്നത്. തുടർന്ന് നടത്തിയ വകുപ്പ് തല അന്വേഷണത്തിലാണ് ഇന്നലെ പ്രസാദ് എന്ന അവിടുത്തെ പേരൂർക്കട SIനെ സസ്പെൻഡ് ചെയ്യുന്നതും മറ്റ് നടപടികളിലേക്കും കടക്കുന്നത്. ആ ഒരു സസ്പെൻഷൻ എന്ന രീതിയിലേക്ക് മാത്രം ഒതുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം CCTV ദൃശ്യങ്ങളും മറ്റും പരിശോധിച്ച ശേഷം ഇന്ന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചിരിക്കും മറ്റുള്ള പോലീസുകാർക്കും എതിരെ ഉണ്ടാകാൻ പോകുന്ന നടപടികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുക. കാരണം പ്രാഥമിക അന്വേഷണത്തിന് തന്നെ തെറ്റ് പറ്റിയിട്ടുണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ നിന്നാണ് SIയെ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുകയും മറ്റ് വകുപ്പ് തല അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇന്ന് സമർപ്പിക്കുന്ന റിപ്പോർട്ടിനനുസരിച്ചിരിക്കും കേസിന്റെ മുന്നോട്ടുള്ള പോക്കും. അതേപോലെ തന്നെ ബിന്ദു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ശരി, സാരംഗ് സുധാകരനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മറ്റ് വാർത്തകൾ നോക്കാം. പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള സാഹചര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള സർവകക്ഷി സംഘത്തിന്റെ യാത്ര നാളെ തുടങ്ങുകയാണ്. സന്ദർശനത്തിൽ സ്വീകരിക്കേണ്ട നിലപാട് സംഘാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിക്കും. JDU നേതാവ് സഞ്ജയ് ഝാ, ശിവസേന നേതാവ് ശ്രീകാന്ത് ഷിൻഡെ എന്നിവർ നയിക്കുന്ന സംഘമാണ് ആദ്യം യാത്ര തിരിക്കുക. ER രാഗേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുത്തു? എന്തുകൊണ്ടാണ് ഇന്ത്യ
ഈ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടൊരു ആക്രമണം നടത്തിയത്? ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഇതൊക്കെ വിശദീകരിക്കുകയാണ് ലക്ഷ്യം. ഏറ്റവും ആദ്യത്തെ സംഘം പോകുന്നു. അപ്പോൾ കൃത്യമായൊരു രാജ്യത്തിന്റെ നിലപാട് ഇവരെ കൂടി അറിയിക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്? ശ്രീജ, മറ്റൊരു നയതന്ത്ര നീക്കത്തിന് ഇന്ത്യ തുടക്കമിടുകയാണ്. കാരണം 7 അംഗ സംഘം, അതിൽ 58 അംഗങ്ങൾ, 38 രാജ്യങ്ങൾ, ഇവിടങ്ങളിലേക്കാണ് സന്ദർശനം നടത്തുക. ഏതായാലും ആദ്യ സംഘം നാളെ യാത്ര തിരിക്കുകയാണ്. ഈ സംഘം ഒന്ന് JDU നേതാവ് സഞ്ജയ് ഝാ നയിക്കുന്ന സംഘമാണ്. രണ്ടാമത്തേത് ശ്രീകാന്ത് ഷിൻഡെ, ശിവസേന നേതാവാണ്, ഷിൻഡെ നയിക്കുന്ന സംഘമാണ്. ഇതിനു മുൻപായാണ് കൂടിക്കാഴ്ച ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഈ സന്ദർശനത്തിൽ എന്താണ് പറയേണ്ടത്, ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കണം എന്ന് അറിയിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. 3 സംഘങ്ങളുമായാണ് ഇന്ന് വിദേശകാര്യ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തുക. കാരണം കനിമൊഴി നയിക്കുന്ന സംഘം മറ്റന്നാൾ യാത്ര തിരിക്കും. അപ്പോൾ ഈ 3 സംഘവുമായി ആദ്യ കൂടിക്കാഴ്ച ഇന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ സഞ്ജയ് ഝാ നയിക്കുന്ന സംഘം ആദ്യം പോകുന്നത് ജപ്പാനിലാണ്. അതിനുശേഷം ഇന്തോനേഷ്യ, മലേഷ്യ, സൗത്ത് കൊറിയ, ഒപ്പം തന്നെ സിംഗപ്പൂർ എന്നിവിടങ്ങൾ സന്ദർശിക്കും. ശ്രീകാന്ത് ഷിൻഡെ നയിക്കുന്ന സംഘത്തിന്റെ ആദ്യ സന്ദർശനം UAE-യിലാണ്. അതിനുശേഷം ലൈബീരിയ, കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളും അവർ സന്ദർശിക്കും. കനിമൊഴിയാണ് 3ാമത്തെ സംഘത്തെ നയിക്കുന്നത്. റഷ്യയും സ്പെയിൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ സംഘം സന്ദർശിക്കുക. രണ്ടാമത്തെ കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത് 23-ാം തീയതിയാണ്. കാരണം മറ്റ് സംഘങ്ങളൊക്കെ തന്നെ പോകുന്നു. പ്രത്യേകിച്ച് ശശി തരൂർ നയിക്കുന്ന സംഘം US അടക്കം സന്ദർശിക്കുന്നു. അവരെല്ലാവരും തന്നെ പോകുന്നത് 23-ന് ശേഷമാണ്. സുപ്രിയ സുലെ നയിക്കുന്ന സംഘമുണ്ട്. ഒപ്പം തന്നെ രവിശങ്കർ പ്രസാദും BJP നേതാവ് ബൈജയന്ത് പാണ്ഡെയും നയിക്കുന്ന സംഘമുണ്ട്. ഈ 4 സംഘവും പോകുന്നത് 24-ാം തീയതിയാണ്. ഏതായാലും 23-നാണ് ഈ 4 സംഘവുമായി കൂടിക്കാഴ്ച ഏതായാലും നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കണമെന്ന് ഈ സംഘത്തെ അറിയിക്കുക എന്ന് തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം വെക്കുന്നത്. കാരണം നേരത്തെ തന്നെ നയതന്ത്ര തലത്തിൽ പല നടപടികളും ഇന്ത്യ തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. അതിർത്തി അടച്ചു, ഒപ്പം തന്നെ ഇറക്കുമതി നിരോധിച്ചു, വീസ റദ്ദാക്കി. അങ്ങനെ പല നടപടികളും സിന്ധു നദീജലക്കര റദ്ദാക്കി. അതിന് തുടർച്ചയായി ഇപ്പോൾ കുറച്ചുകൂടി ആഗോള ഭീകരതയുടെ ഒരു ഹബ്ബായി പാകിസ്ഥാൻ എന്തുകൊണ്ട് മാറുന്നു, ഇന്ത്യക്ക് എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നടപടി സ്വീകരിക്കേണ്ടി വന്നു എന്ന് ലോക രാജ്യങ്ങളെ അറിയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിലുള്ളത്. ഏതായാലും ഇതിന് കോപ്പി പേസ്റ്റ് എന്ന നിലയ്ക്ക് പാകിസ്ഥാനും ഇപ്പോൾ ഒരു സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിലെ ആദൻപൂർ സ്റ്റേഷനിൽ വ്യോമസേന താവളം സന്ദർശിച്ചതിന് പിന്നാലെ പാക് പ്രധാനമന്ത്രിയും അത്തരത്തിൽ വ്യോമസേനാ താവളങ്ങൾ സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെ ഇന്ത്യ ഇത്തരത്തിൽ സർവകക്ഷി സംഘത്തെ നിയോഗിച്ചപ്പോൾ പാകിസ്ഥാനും ഇപ്പോൾ സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ബിലാവൽ ഭൂട്ടോ ആണ് ഈ സംഘത്തെ നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ബിലാവലിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘത്തിലുള്ളത് ഒന്ന് മുൻ മന്ത്രിമാരായ ഖുറാം ദസ്തിഗർ ഖാനും ഹിന റബ്ബാനി ഖറുമാണ്. ഒപ്പം മുൻ വിദേശകാര്യ സെക്രട്ടറി ജലീൽ അബ്ബാസ് ജിലാനിയും ഈ സംഘത്തിലുണ്ട്. ഏതായാലും ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലേക്ക് തന്നെ പ്രധാനപ്പെട്ട തലക്കെട്ട് തരൂർ വേഴ്സസ് ബിലാവൽ ഭൂട്ടോ എന്നാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം US അടക്കമുള്ള രാജ്യങ്ങൾ, ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങളാണ് ശശി തരൂർ സന്ദർശിക്കുന്നതെങ്കിൽ സമാനമായ രീതിയിൽ അവരുടെ സംഘം പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലം ഒന്ന് US ആണ്, മറ്റൊന്ന് ലണ്ടനാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ 2 നേതാക്കളും ഇത്തരത്തിൽ ഒന്ന് ശശി തരൂർ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നേതാവെങ്കിൽ മുൻ വിദേശകാര്യ മന്ത്രി കൂടിയാണ് ബിലാവൽ ഭൂട്ടോ. അപ്പോൾ അതായത് ഒരു വലിയ കൗതുകം ആ തരത്തിൽ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ബിലാവൽ ഭൂട്ടോ ഈ ലോകരാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയമായ പേരാണ്. UN അണ്ടർ സെക്രട്ടറി ജനറൽ എന്നുള്ള നിലയ്ക്ക് ശശി തരൂർ ലോക പ്രശസ്തനാണ്. അപ്പോൾ ആ 2 ഒരു പക്ഷേ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ ഉറ്റുനോക്കുക, ഇവർ തമ്മിൽ നേർക്കുനേർ വരുന്ന കാര്യങ്ങളായിരിക്കും. അതായത് എങ്ങനെയാണ് ഈ നിലപാടുകൾ ഇവർ പരസ്പരം ഖണ്ഡിക്കുക എന്നത് ഒരു വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമായ കാര്യമാണെന്ന് തോന്നുന്നു. അതെ ശ്രീജ, ആരൊക്കെ ഒപ്പം നിൽക്കുമെന്ന് ഈ ഒരു സന്ദർശനത്തിൽ അറിയാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പല ലോകരാജ്യങ്ങളും നേരത്തെ ഇത്തരത്തിൽ പരസ്യ പിന്തുണ ഇന്ത്യക്ക് നൽകിയിരുന്നു. പ്രത്യേകിച്ച് റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകിയതാണ്. പക്ഷേ ചില ലോകരാജ്യങ്ങളെങ്കിലും സംഘർഷം ഒഴിവാക്കണമെന്ന് പറയാതല്ലാതെ അങ്ങനെ പ്രത്യക്ഷത്തിൽ ആർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഏതായാലും ഈ സന്ദർശനത്തോടു കൂടി അക്കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരും. ഏതായാലും പ്രതിപക്ഷ നിരയിൽ നിന്നാണ് ശശി തരൂർ എന്നുള്ളതാണ്
തരൂരിനെ ശ്രദ്ധേയമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അത് ഒഴിച്ചു നിർത്തിയാൽ കനിമൊഴി മാത്രമാണ് അത്തരത്തിൽ NDAയുടെ ഭാഗമല്ലാത്ത, അല്ലെങ്കിൽ സുപ്രിയ സുലെയുമാണ് NDAയുടെ ഭാഗമല്ലാത്ത മറ്റ് 2 നേതാക്കൾ, വനിതാ നേതാക്കളുമാണ്. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ അത്തരത്തിൽ 7 സംഘമല്ല. പക്ഷെ ആ സംഘത്തെ നയിക്കുന്നത് ബിലാവൽ ഭൂട്ടോയാണ്. ശശി തരൂരിനെ പോലെ തന്നെ മുൻ പ്രധാനമന്ത്രിയുടെ മകൻ, മുൻ വിദേശകാര്യമന്ത്രി തുടങ്ങിയ ഇമേജൊക്കെ തന്നെ ബിലാവൽ ഭൂട്ടോയ്ക്കുണ്ട്. മാത്രമല്ല ഈ സമീപകാലത്തൊക്കെ തന്നെ വലിയ വിവാദ പരാമർശങ്ങളും ബിലാവലിന്റെ ഭാഗത്തുണ്ടായതാണ്. അതായത് സിന്ധു നദിയിൽ നിന്ന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യക്കാരുടെ രക്തമൊഴുകുമെന്നൊക്കെ പറഞ്ഞ് ഇത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, അല്ലെങ്കിൽ പഹൽഗാം സംഭവത്തിന് ശേഷമൊക്കെ തന്നെ വലിയ പ്രകോപനപരമായ പ്രതികരണം നടത്തിയ നേതാവാണ് ബിലാവൽ ഭൂട്ടോ. അപ്പോൾ ഈ 2 നേതാക്കൾ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അവരുടെ രാജ്യത്തിന്റെ നിലപാട് എങ്ങനെ വിശദീകരിക്കുമെന്നുള്ളത് തീർച്ചയായും നിർണായകമായ കാര്യമാണ്. തീർച്ചയായും അതൊരു വലിയ കൗതുകം ഉണ്ടാക്കുന്ന വിഷയം കൂടിയാണ്. വിദേശ നയതന്ത്രത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ഇറക്കുന്ന സംഘത്തിലെ 2 MP-മാർ അവരായിരിക്കും ഒരുപക്ഷെ ഈ നയതന്ത്ര യുദ്ധത്തിലെ പ്രധാനപ്പെട്ട താരങ്ങൾ. ഇന്ത്യയിൽ നിന്ന് ശശി തരൂരും പാകിസ്ഥാനിൽ നിന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയിലെ ബിലാവൽ ഭൂട്ടോയും. മറ്റ് വാർത്തകളിലേക്ക് പോകാം. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ. കോൺഗ്രസ് നേതൃത്വവുമായുള്ള ശശി തരൂരിന്റെ ഏറ്റുമുട്ടൽ ഒരു സംയമനത്തിന് വഴിമാറാനുള്ള സാധ്യത വിരളമാണെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം. അതേസമയം പാർട്ടിയുടെ ഭാഗമായി നിന്ന് പാർട്ടിയെ വെട്ടിലാക്കുന്ന ശൈലി തുടരാൻ തരൂരിനെ അനുവദിക്കരുത് എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡിലെ മറ്റൊരു വിഭാഗം. സമാന മനസ്കരെ ഒപ്പം നിർത്തി പാർട്ടിയെ പിളർത്താനുള്ള നീക്കമാണോ തരൂർ നടത്തുന്നത് എന്ന സംശയമാണ് കോൺഗ്രസ് പാളയത്തിൽ ബലപ്പെടുന്നത്. അതേസമയം BJP താവളത്തിലേക്ക് ചേക്കേറാനുള്ള വഴിയൊരുക്കലായി നിലവിലെ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നവരും കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. എന്നാൽ പാർട്ടി നിലപാടിന് വിരുദ്ധമായ സമീപനം ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് തുടർന്നാൽ പ്രവർത്തക സമിതി അംഗം എന്ന പരിഗണന നിലനിർത്തേണ്ടതില്ലെന്ന കടുത്ത വിമർശനം ഉന്നയിക്കുന്നവരും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലുണ്ട്. താക്കീതിന് പ്രസക്തിയില്ലെന്നും നടപടിയാണ് വേണ്ടതെന്നുമുള്ള നിലപാടിൽ ആണ് ജയറാം രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ. അതേസമയം തിടുക്കത്തിൽ നടപടിക്ക് മുതിർന്നാൽ അത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറുമെന്ന് നേതൃത്വത്തിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന കേരളത്തിലും അത് കോൺഗ്രസിന് തലവേദനയാകും എന്നാണ് വിലയിരുത്തൽ. അതിനിടെ ശശി തരൂരിനെ BJPയുടെ ഭാഗമാക്കാൻ രഹസ്യനീക്കം നടക്കുന്നതായുള്ള സൂചനകളും ഏറുകയാണ്. കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസിനെതിരെ കലാപക്കൊടി ഉയർത്തുന്ന പതിവ് ശൈലി ഇനി എത്രനാൾ ശശി തരൂരിന് തുടരാൻ ആവുമെന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഉദ്വേഗം ഉണർത്തുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. രാഷ്ട്രീയം ഇങ്ങനെ ചൂടുപിടിക്കുമ്പോൾ സംസ്ഥാനത്ത് മഴ വ്യാപകമാവുകയാണ്. ഇന്നും വ്യാപക മഴ മുന്നറിയിപ്പുണ്ട്. കൊല്ലം ഒഴികെ 12 ജില്ലകളിൽ അലേർട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി. ഷംന, കാലവർഷം എത്താൻ ഇനിയും ഒരാഴ്ച ബാക്കിയുണ്ട്. പക്ഷേ ഒരു മഴക്കാലത്തിന്റെ മൂഡിലേക്ക് കാര്യമായി മാറിയിരിക്കുന്നു. പക്ഷേ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇടിമിന്നലുണ്ട്, കാറ്റുണ്ട്, അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ മറ്റും കൂടെ ഉണ്ട് താനും. എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നൽകുന്ന മുന്നറിയിപ്പുകൾ? ശ്രീജ, മെയ് 24 കൂടിയാണ് കാലവർഷം കേരളത്തിലെത്തുന്നത്. അതിനു മുൻപ് തന്നെ മഴ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. വടക്കൻ കേരളത്തിൽ ഇത്തവണ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. കാരണം കഴിഞ്ഞ തവണയൊക്കെ മൺസൂൺ എത്തുമ്പോൾ അത് തെക്കൻ കേരളത്തിലാണ് ആദ്യം മൺസൂൺ എത്തുക, പിന്നീട് അത് സംസ്ഥാനമൊട്ടാകെ വ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല, വടക്കൻ കേരളത്തിലാണ് ആദ്യം മഴ എത്തുക എന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്തായാലും ശക്തമായ മഴയായിരിക്കും വരും ദിവസങ്ങളിൽ. ഒപ്പം ശക്തമായ കാറ്റിന്, മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുണ്ട് എന്ന് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ ഭയമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്.
മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണമെന്ന് കൂടി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ, അതായത് കാലാവർഷം എത്തുമ്പോൾ ഇത്തവണ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കും. അതിന് മുന്നോടിയായി തന്നെ ലഭിക്കുന്ന വേനൽ മഴ അതും ശക്തി പ്രാപിക്കുകയാണ് എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഒപ്പം തന്നെ കർണാടകയിലും ശക്തമായ മഴയാണ്. ബംഗളൂരുവിലെ പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിലായിട്ടുണ്ട്. നിരവധി അവിടെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. മരങ്ങളൊക്കെ കടപുഴകി വീണ് കാറുകൾക്കും മറ്റുമൊക്കെ മുകളിലൂടെ വീണ് നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും കേരളം, കർണാടക പ്രദേശങ്ങളിൽ മഴ ശക്തമാകുന്നത് തന്നെയാണ് ഏറ്റവും ശരി ശമന. എന്തായാലും നല്ലോണം ശ്രദ്ധിക്കുക. മഴ കനക്കാൻ സാധ്യതയുണ്ട്, ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മലയോര മേഖലയിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധ വേണ്ട സമയമാണ്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇപ്പോൾ തന്നെ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ട്. കൂടരഞ്ഞി, കുളിരാമുട്ടിയിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. കുളിരാമുട്ടി അങ്ങാടിയിലും വെള്ളം കയറിയിട്ടുണ്ട്. മലയോരത്ത് ഇപ്പോഴും മഴ കാര്യമായി തുടരുകയാണ്. ഇന്ന് മെയ് 20 ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത തുടക്കത്തിൽ പറഞ്ഞു. ഇന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികമാണ്. അതായത് പിണറായി വിജയൻ സർക്കാരിന്റെ 9ാം പിറന്നാളാണ് പറഞ്ഞു വരുമ്പോൾ ഇന്ന് തുടർ ഭരണത്തിൽ തുടർച്ച എന്ന സ്വപ്നവുമായാണ് ഈ 4ാം വാർഷികം പിണറായി വിജയൻ സർക്കാർ ആഘോഷിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്കാണ് കടക്കുന്നതെങ്കിലും ഇത് 9ാം വാർഷികമെന്ന് സർക്കാർ പറയുന്നു. ആദ്യ സർക്കാരിന്റെ 5 വർഷങ്ങൾ കൂടി ചേർത്ത് വികസന പദ്ധതികൾ ട്രാക്കിലായി കഴിഞ്ഞത് സർക്കാരിന്റെ ആത്മവിശ്വാസം ഇരട്ടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം കണ്ടെത്താനാവുന്നില്ല എന്നത് ഇപ്പോഴും വലിയ വെല്ലുവിളിയാണ്. പിണറായി വിജയനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും നിരീക്ഷകരെയും രാഷ്ട്രീയ പ്രവാചകരെയും അത്ഭുതപ്പെടുത്തിയ വിജയം 2021 ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തെ ശരിക്കും ഞെട്ടിച്ചു. കാരണം ഭരണ തുടർച്ച രാഷ്ട്രീയ കേരളത്തിന് ആദ്യ അനുഭവമായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വരെയും സർക്കാരും ഇടതുമുന്നണിയും നേരിട്ടത് സമാനതകളില്ലാത്ത പ്രതിസന്ധി. ഒന്നിനു പുറകെ മറ്റൊന്നായി വിവാദങ്ങൾ. അവിടെ നിന്നായിരുന്നു UDF-നെ ബഹുദൂരം പിന്നിലാക്കി പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ചത്. ഭരണത്തുടർച്ച 2021 അത്ഭുതമായിരുന്നുവെങ്കിൽ തുടർഭരണത്തിലെ തുടർച്ചയാണ് ഇപ്പോൾ സർക്കാരിന്റെ ലക്ഷ്യം. മാത്രമല്ല പിണറായി സർക്കാരിന്റെ 3ാം ടേം ഉറപ്പെന്ന് CPM-ഉം ഇടതുമുന്നണിയും ഒരുപോലെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഒരിക്കലും നടക്കില്ലെന്ന് എഴുതിത്തള്ളിയ വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയതാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രധാന ഭരണ നേട്ടം. വിഴിഞ്ഞം രാജ്യത്തെ 1ാം നമ്പർ തുറമുഖമായി വളരുകയാണ്. കേന്ദ്രവും കേരളവും ഒരു ഘട്ടത്തിൽ ഉപേക്ഷിച്ചതാണ് സംസ്ഥാനത്തെ ദേശീയപാതാ വികസനം. അതും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാകും. കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിയാണെങ്കിലും സ്ഥലമേറ്റെടുപ്പിലടക്കം സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ മാതൃകാപരമായി. ദേശീയപാതകൾ മാത്രമല്ല, നഗര റോഡുകളും ഗ്രാമീണ പാതകളും പുതുവേഗം ആർജിച്ചു കഴിഞ്ഞു. വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളും സർക്കാർ ഉയർത്തിക്കാട്ടും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് വൻകിട പദ്ധതികളുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഇടതിന് ഭരണ തുടർച്ച ഉറപ്പാക്കിയ പെൻഷനടക്കമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ ഇപ്പോഴും ട്രാക്കിലായിട്ടില്ല. കൂടുതൽ ക്ഷേമപ്രഖ്യാപനങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന സർക്കാരിന് മുന്നിലെ വെല്ലുവിളിയും മെലിഞ്ഞ ഖജനാവാണ്. ആഭ്യന്തര വകുപ്പും ആരോഗ്യവകുപ്പും ഇപ്പോഴും സർക്കാരിനെ പേരുദോഷം കേൾപ്പിക്കുന്നുണ്ട്. ആദ്യ സർക്കാരിനേതുപോലെ മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന് വിലയിരുത്തലുകളുണ്ട്. മുഴുവൻ അധികാരവും മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്നതിന്റെ പരിഭവങ്ങൾ CPM-ലും മുന്നണിയിലും തലപൊക്കുന്നു. ചില ഘടകകക്ഷികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എങ്കിലും UDF-നെ അപേക്ഷിച്ച് കെട്ടുറപ്പുള്ള മുന്നണി സംവിധാനമാണ് ഇപ്പോഴും ഇടതുമുന്നണി. കോൺഗ്രസിലെ തമ്മിലടിയും BJP-യിലെ അസ്ഥിരതയും ഇടതിന്റെ പ്രതീക്ഷകൾ ഉയർത്തുന്നു. സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താനുള്ള നടപടികൾ ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. സാമുദായിക ശക്തികളുമായുള്ള പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. വയനാട് പുനരധിവാസം സമയബന്ധിതമായി നടപ്പാക്കണം. അങ്ങനെ വെല്ലുവിളികളുടെ പട്ടിക നീളുന്നു. ഏറെ പ്രതീക്ഷകൾക്കും അത്ര ചെറുതല്ലാത്ത പ്രതിസന്ധികൾക്കുമിടയിലാണ് രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുന്നത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ഈ വാർഷിക ദിവസം, സർക്കാരിന്റെ പിറന്നാൾ ദിവസം, മന്ത്രി V ശിവൻകുട്ടി നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ്. മിനിസ്റ്റർ,
ഗുഡ് മോർണിംഗ്. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഒരു 4ാം വാർഷികമെന്ന് ഞങ്ങൾ പറയുമ്പോഴും അതൊരു 9ാം പിറന്നാളായാണ് നിങ്ങൾ കണക്കാക്കുന്നത് എന്നറിയാം. ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഒപ്പം ഈ ദിവസം ചോദിച്ചാൽ, ഈ 4 വർഷത്തെ ഒരു കാര്യം എടുത്തു ചോദിച്ചാൽ എത്രത്തോളം സംതൃപ്തനാണ് അങ്ങ്? തീർച്ചയായിട്ടും ഈ 4 വർഷക്കാലം കേരളത്തിന്റെ വികസന രംഗത്ത് അത്യുജ്വലമായിട്ടുള്ള കുതിപ്പുണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനങ്ങളുടെ മെരിറ്റ് നോക്കിയോ ജനങ്ങൾക്ക് എത്രമാത്രം അത് പ്രയോജനപ്പെടുന്നു എന്ന് നോക്കിയോ അല്ല UDF ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഗവൺമെന്റിനെതിരെ യാതൊരു അങ്ങനെ ഒരു ഗൗരവമേറിയ ഒരു സമരവും അല്ലെങ്കിൽ എതിർപ്പും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോഴും ഞങ്ങൾ 4ാം പിറന്നാൾ ആഘോഷിക്കുന്ന അവസരത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സാന്നിധ്യവും അവരുടെ ആവേശവും കണ്ടാൽ ഉറപ്പായി 3ാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായിട്ടൊരു 3ാം ഗവൺമെന്റ് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ പറയുന്നത് അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകടന പത്രിക പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സാധാരണഗതിയിൽ പല രാഷ്ട്രീയ പാർട്ടികളും പ്രകടന പത്രിക തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രയോജനപ്പെടുത്തുകയും അതിനുശേഷം ചവിട്ടൂട്ടിൽ വലിച്ചെറിയുന്ന കാര്യമാണുള്ളത്. പക്ഷേ ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകടന പത്രിക ഒന്നൊന്നായി അതിൽ പറഞ്ഞ കാര്യങ്ങളെടുത്ത് അത് എത്രമാത്രം നടപ്പിലാക്കി അതിന്റെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി വിവിധ മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിശ്വാസമുള്ള ഒരു ഗവൺമെന്റായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. നേരത്തെ നിങ്ങൾ തന്നെ സൂചിപ്പിച്ച പോലെ വിഴിഞ്ഞം പദ്ധതി, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ എന്നിവ യാഥാർത്ഥ്യമാക്കി, ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യമാണ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ദേശീയപാത വികസനം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മലയോര പാത, തീരദേശ പാത, ഇതെല്ലാം നമ്മുടെ വികസന രംഗത്ത് വലിയൊരു മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വികസന കുതിപ്പാണ് കോടിക്കണക്കിന് രൂപ മുടക്കി തയ്യാറാക്കിയിട്ടുള്ള 12 സ്മാർട്ട് റോഡുകളുടെ കാര്യം. ഇപ്പോൾ നമ്മൾ തലസ്ഥാന നഗരിയിൽ വന്നിറങ്ങിയാൽ ഇത് തിരുവനന്തപുരത്താണോ നമ്മൾ നിൽക്കുന്നത്, അതേ ലോകത്തെ ഏതെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിൽക്കുകയാണോ എന്നുള്ളതിന് തോന്നുന്ന രൂപത്തിലുള്ള ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെയും അത് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയും. 4 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു. ഞങ്ങൾ കണക്ക് വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. 4 ലക്ഷം പേർക്ക് ഇല്ലെങ്കിൽ പട്ടയം കൊടുത്തില്ല എന്ന് അവർ പറയട്ടെ. 4 ലക്ഷം പേർക്ക് ഒരു ഭരണം പട്ടയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ 4 ലക്ഷം പാവപ്പെട്ടവനാണ്, ദാരിദ്ര്യവാസിക്കാണ് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതിദരിദ്രരില്ലാത്ത 62,000-ഓളം വരുന്ന ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അവർക്ക് അതിദരിദ്രം എന്ന് വെച്ചാൽ അവർക്ക് ഒന്നുമില്ല, കിടപ്പാടമില്ല, ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവർക്ക് വീട്, അതുപോലെ അവർക്ക് ജോലി, അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം, പഠിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ട് അപ്പം ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത മാസത്തിൽ. പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനം കേരളമായി മാറുക എന്ന് കാണുന്നതിന് വേണ്ടി കഴിയും. 5.5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തു. നമ്മൾ ചെറിയ കാര്യമായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, പാവപ്പെട്ടവർ വലിയ വിഷമത്തിലാണ്. 5.5 ലക്ഷം പേർക്ക് വീട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. 5.5 ലക്ഷം വെച്ചാൽ ഒരു കുടുംബത്തിൽ 5 രൂപ വെച്ച് കൂട്ടിയാൽ എത്ര പേർക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്? സ്കൂൾ കെട്ടിടങ്ങൾ കിട്ടുന്നതിന് വേണ്ടി 5000 കോടി രൂപയാണ് മുടക്കിയിട്ടുള്ളത്. നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഇന്റർനാഷണൽ തലത്തിൽ തന്നെ മെച്ചപ്പെട്ട സ്കൂളുകളായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടണൽ റോഡുകൾ നിർമ്മിച്ചു. വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. മരുന്നും ഡോക്ടറുമുള്ള വൃത്തിയുള്ള ആശുപത്രികളാക്കി നമ്മുടെ ആശുപത്രികളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. വ്യവസായ സൗഹൃദ സംസ്ഥാനമായി ഇത് മാറി. സർവകലാശാലകൾക്ക് ദേശീയ അംഗീകാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിന് വേണ്ടി ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമുള്ള സംസ്ഥാനമായി കേരളം മാറി. സ്മാർട്ടും ഫോണിന്റെയും കാര്യങ്ങളൊക്കെ നടക്കാത്ത പല കാര്യങ്ങളും നടന്നതിന്റെ തെളിവാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിയമിച്ചത് PSC വഴി നിയമിച്ച സംസ്ഥാനം കേരളമാണ്.
വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി ഞാൻ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് PSC വഴിയും അതുപോലെ എയ്ഡഡ് മാനേജ്മെന്റ് വഴിയും നിയമനം നടത്തിയിട്ടുള്ളത്. അത് ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി 7200 കോടി രൂപ മുടക്കി. ഈ പാവങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം ആ വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ. ലോക കേരള സഭ നടത്തുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് ശരി മിനിസ്റ്റർ, അതൊരു വലിയ പട്ടിക തന്നെയുണ്ട്. നമുക്ക് നന്നായി അറിയാം, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഈ 4 വർഷം നമ്മൾ എത്ര നന്നായി കാര്യങ്ങൾ ചെയ്താലും അവസാനത്തെ ഒരു വർഷമാണ് എപ്പോഴും വളരെ നിർണായകമാവുക. ആളുകളുടെ മെമ്മറി വളരെ ഷോർട്ടാണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇനിയുള്ള ഈ ഒരു വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് മുന്നിൽ പ്രധാനപ്പെട്ട ചില വെല്ലുവിളികളുണ്ട്. ഒന്ന്, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പുനരധിവാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സർക്കാരിന് മുന്നിലുള്ള ഒരു കാര്യം. മറ്റൊന്ന്, മലയോര മേഖലയിലെ പ്രശ്നങ്ങളാണ്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ആശങ്കകളുണ്ട്. വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നല്ലത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് ഇന്നലെ പേരൂർക്കട പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട ആരോപണങ്ങളും വിഷമങ്ങളും ഒക്കെയാണ്. പോലീസിനെ പറ്റി പരാതികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിൽ ഒരു വെല്ലുവിളിയാവില്ലേ? ഇതിൽ ഓരോന്നിലും ഞാൻ അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും വെല്ലുവിളി ആകില്ല. ഇപ്പൊ വയനാടുണ്ടായ ദുരന്തം നമുക്കാർക്കും അത് തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി കഴിയില്ല. നമുക്കൊക്കെ അതീതമാണ് ആ ദുരന്തം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നിന്നൊക്കെ നാടൻ പ്രയോഗമുണ്ടല്ലോ, യുദ്ധകാലാടിസ്ഥാനത്തിൽ അവരെല്ലാം പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്കൂൾ കെട്ടി അവിടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിൽ ഒരു ചരിത്രമായിരിക്കും വയനാട് ചൂരൽമല ഭാഗത്തുണ്ടായ ഉരുൾപൊട്ടലിൽ ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഈ ടേം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പരമാവധി കാര്യം തീരും. അത് തീർന്നില്ലെങ്കിൽ അടുത്ത 3ാം ടൈമിൽ ഞങ്ങൾ അധികാരത്തിൽ വരുന്ന അവസരത്തിൽ പരിപൂർണമായിട്ട് അത് തീർക്കുമെന്നുള്ള കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. മലയോര മേഖലയിലെ പ്രത്യേകിച്ച് വന്യജീവി ആക്രമണവുമായി എന്താണോ ഞാൻ അത് നമുക്കറിയാലോ, വന്യജീവി ആക്രമണം ഏതെങ്കിലും ഒരു UDF-ന്റെ ഭരണം കൊണ്ടോ LDF-ന്റെ ഭരണം കൊണ്ടോ BJP-യുടെ ഭരണം കൊണ്ടോ ഉണ്ടാവുന്നതല്ല. നമ്മുടെ പ്രകൃതിയുടെ മാറ്റത്തിനനുസരിച്ച് വനങ്ങളിലും മാറ്റങ്ങൾ വരികയാണ്. ആ വനങ്ങളിൽ അധിവസിക്കുന്ന മൃഗങ്ങൾക്ക് അവരുടെ മാറ്റങ്ങൾ വരികയാണ്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കുറെ കെടുതികളുണ്ട്. വളരെ ദുഃഖകരമാണ്. അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു പ്രതിപക്ഷം, അല്ലെങ്കിൽ PV അൻവറിനെ പോലെയുള്ളവരൊക്കെ അതിനെ രാഷ്ട്രീയമായി സർക്കാരിനെതിരെ ഉപയോഗപ്പെടുത്തും എന്നൊരാശങ്കയുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ആരായിരുന്നാലും നമുക്കൊരു ഒരു പച്ച മനുഷ്യനെ പോലെ നമുക്ക് ചിന്തിക്കാൻ കാര്യങ്ങൾ. നമുക്ക് ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ചെന്ന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ച് ആളുകളുടെ ഭയം മാറ്റി പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യം ചോദിച്ചാൽ പോലീസ് ഇത് നന്നായി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് സേനയാണ് നമുക്കുള്ളത്. അന്വേഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരുപാട് വിവാദമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ നിമിഷങ്ങൾ കൊണ്ട് അവർ അതിന് പ്രതികളെ പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേരള പോലീസിന്റെ മികവിനെ കുറിച്ചും കഴിവിനെ കുറിച്ചും നമുക്ക് ആർക്കും ഒരു സംശയമില്ല മിനിസ്റ്റർ. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പിൽ ഒരു സാധാരണ അങ്ങൊരു തൊഴിൽ മന്ത്രി കൂടിയാണല്ലോ. ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ്? ആ സ്ത്രീ പറയുന്നത് കേട്ട് നമുക്ക് ഒരു സംസ്കാരമുള്ള മനുഷ്യന്മാർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറഞ്ഞത്. അങ്ങനെ ഒരു പോലീസ് സേനയിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് നാണക്കേടാണ്. അങ്ങനെയുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരാളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനൊന്ന് രാവിലെ അവരെ പാവപ്പെട്ട സഹോദരിയെ കാണുന്നതിന് വേണ്ടി ഇന്ന് പോകുന്നുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിലാണ് നടന്നിട്ടുള്ളത്. ജില്ലയിലെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയിൽ വിവരങ്ങൾ മനസ്സിലാക്കി മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുന്നുണ്ട്. ഇതേപോലെ ഉള്ള സൂചിപ്പിച്ചതുപോലെ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ
കാര്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസ് സേന ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഫലപ്രദമായും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന കാര്യം അത് പർവ്വതീകരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഒറ്റ കാര്യം കൂടി മിനിസ്റ്റർ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഈ നാട്ടിൽ കഴിഞ്ഞ 100 ദിവസമായി നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കൂട്ടം സ്ത്രീകൾ സമരം നടത്തുന്നതിന്റെ 100ാം ദിവസം കൂടിയാണ്. അത് ഒരു കളങ്കമായി, ഒരു ഇടത് സർക്കാരിന് ഒരു കളങ്കമായി ആ 100ാം ദിവസം ആ സ്ത്രീകൾ അവിടെ കിടക്കുന്നത് ഒരു കളങ്കമായി അവശേഷിക്കുകയാണ്. അല്ല, ഒരു ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. ലോകത്തെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും ജീവനക്കാർക്ക് എന്തെങ്കിലും ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ നടത്തുന്ന പോരാട്ടത്തിന്റെ ഫലമായാണ്. വയ്ക്കുന്ന മുദ്രാവാക്യം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ആവണം. അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള രാജ്യത്തെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിലവിലുള്ള നിയമത്തിന് അനുസരണമായിരിക്കണം. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നടക്കുന്ന ഒരു സമരമാണ് സമരം. ഞാനൊരു CITU സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയാണ്. സമരം ചെയ്യുന്ന സഹോദരിമാരോട് വളരെ ഐക്യദാർഢ്യമുണ്ട്. പക്ഷെ അവർക്ക് തന്നെ അറിയാം അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതല്ല. പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. ഞാൻ തന്നെ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ അവരെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് ആ സമയത്തെങ്കിലും അവർക്ക് സമരം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ആ സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി വേറെ ചില കൂട്ടർ കൂടെയുണ്ട്. അവരാണ് ഈ സമരം ഈ രൂപത്തിൽ ഇങ്ങനെ ആ പാവപ്പെട്ട സഹോദരിമാരെ കൊണ്ട് ഇങ്ങനെ നീട്ടി സമരം കൊണ്ടുപോകുന്നത്. അവർക്ക് ചില ദുഷ്ടലാക്കും ചില ലക്ഷ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാലോ, ഈ സംഘടനകൾക്ക് ഉള്ള മെമ്പർഷിപ്പിന്റെ കാര്യവും അംഗബലത്തിന്റെ കാര്യവും ആരൊക്കെയാണ് ഇതിന്റെ പിറകിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും ഒരു ദിവസം സെക്രട്ടേറിയറ്റിൽ എത്ര ആശമാർ ഉണ്ടെന്നും ആശമാരുടെ അറ്റൻഡൻസിന്റെ ജോലി സ്ഥലത്ത് അറ്റൻഡൻസിന്റെ കാര്യമൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് 100 ദിവസമായി ഒരു 100 ദിവസം സമരം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ ബന്ധപ്പെട്ട മന്ത്രിയായിട്ട് ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാൻ വേണമെങ്കിൽ സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കാൻ വേണ്ടി പാടില്ലല്ലോ. ഏത് സമരവും അതിന്റെ പ്രായോഗിക വശവും കൂടെ ആലോചിക്കണം. ഏത് സമരം ചെയ്യുമ്പോഴും അത് ആ സമരം ചെയ്യുന്ന മുദ്രാവാക്യം നടപ്പിലാക്കേണ്ട അധികാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം. അതല്ലാതെ നമ്മൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പിലാക്കിയാലേ ഞങ്ങൾ പുറകോട്ട് പോകൂ എന്ന് പറയുന്നത് അത് തൊഴിലാളി സംഘടനകൾക്ക് യോജിച്ചതല്ല എന്നുള്ള കാര്യമാണ്. ഇനി അവരോട് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. ശരി, അപ്പൊ മിനിസ്റ്റർ, എനിക്ക് ഒരുപാട് സമയമില്ല മിനിസ്റ്ററോട് സംസാരിക്കാൻ, മിനിസ്റ്ററും തിരക്കിലാണെന്ന് എനിക്കറിയാം. ഈ 4ാം വാർഷികാഘോഷത്തിൽ എത്ര മാർക്ക് നൽകും 100ൽ അങ്ങ് സർക്കാരിന്? ഞാനിപ്പോ SSLCയുടെ പരീക്ഷാഫലം പ്രഖ്യാപിച്ചല്ലോ. അതില് 99.5 ആണല്ലോ വന്നിരിക്കുന്നത്. ആ മാർക്കിന് കൊടുക്കാൻ. ശരി, 99.5 മാർക്ക് വാങ്ങി 4ാം വർഷത്തിലെത്തിയിരിക്കുകയാണ്. ഇനി അവസാന വർഷമാണ്. അപ്പൊ ഏറ്റവും വിജയകരമായി തന്നെ ഈ ഒരു വർഷം കൂടെ മുന്നോട്ട് പോയി ഒരു 100% മാർക്ക് തന്നെ വാങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മിനിസ്റ്റർ. വളരെ നന്ദി രാവിലെ ഞങ്ങളോടൊപ്പം സംസാരിക്കാൻ എത്തിയതിന്. താങ്ക് യു. ശരി, തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമ്മളോട് സംസാരിച്ചത്. ഇത് പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷിക ദിനമാണ്. ഇനി നിർണായകമായ അവസാന വർഷത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത്. വളരെ വിപുലമായ രീതിയിൽ ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും സാമ്പത്തിക പരാധീനതകൾ സർക്കാരിന് മുന്നിൽ ഒരു വെല്ലുവിളിയാവുകയാണ്. ആ പരാധീനതകൾ ഉള്ളപ്പോൾ പോലും ഏറ്റവും കാര്യക്ഷമമായി കാര്യങ്ങൾ മുന്നോട്ട് വെക്കാൻ കഴിയും, മുന്നോട്ട് പോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് സർക്കാരുള്ളത്. 3ാം LDF ഗവൺമെന്റ് എന്ന ലക്ഷ്യവുമായാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രതിപക്ഷം ഇന്ന് കരിദിനമായാണ് ആചരിക്കുന്നത്. ആരോപണങ്ങളുമായി പ്രതിപക്ഷം സജീവമായി തന്നെ രംഗത്തുണ്ട്.
മന്ത്രി വി ശിവൻകുട്ടിയാണ് സംസാരിച്ചത്. നമ്മൾ ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്ക് പോയി നമുക്ക് വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മാത്യു അരീക്കലിൻ്റെ 56-ാം പിറന്നാളാണ് ഇന്ന്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. ഒരു വളരെ മനോഹരമായൊരു പിറന്നാൾ ദിവസമാവട്ടെ. കൊല്ലം ആയൂർ സ്വദേശി ശ്രീധുവിന്റെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് ഭർത്താവ് വിഷ്ണുവും കുടുംബാംഗങ്ങളുമാണ്. ശ്രീധുവിന് പിറന്നാൾ ആശംസകൾ. നമ്മൾ പോലീസ് പെട്രോളിന്റെ സമയം കുറച്ചെടുത്താണ് മന്ത്രിയുമായി സംസാരിച്ചത്. പക്ഷേ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വളരെ പെട്ടെന്ന് പോവുകയാണ് പോലീസ് പെട്രോളിലേക്ക്.